നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു സാധാരണ മനുഷ്യന്റെ ഉറക്കത്തിൽ കണ്ട ഒരു ചെറിയ സ്വപ്നം എങ്ങനെയാണ് ലോകത്തിന്റെ പകുതിയോളം ഭാഗം ഭരിക്കുന്ന വലിയൊരു സാമ്രാജ്യമായി മാറിയതെന്ന്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏഷ്യ മൈനറിലെ തണുത്തുറഞ്ഞ കാറ്റിൽ പറന്നു നടന്നിരുന്ന ഒരു ചെറിയ ഗോത്രത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായി മാറാൻ സാധിച്ചത് എങ്ങനെയായിരിക്കും? വിധി അവർക്കായി കാത്തുവച്ചതെന്തായിരുന്നു? ആ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമുക്കൊരു യാത്ര പോയാലോ? പക്ഷേ ആ യാത്ര തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ സമയമെത്രയായി? നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണ് ഈ ചരിത്രം കേൾക്കുന്നത്? ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? കാരണം നമ്മൾ കാലത്തിലൂടെ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ എവിടെയാണെന്ന ബോധം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. ഇന്നത്തെ തുർക്കിയുടെ പടിഞ്ഞാറൻ അതിർത്തികൾ അന്നത് അനറ്റോലിയ എന്നറിയപ്പെട്ടിരുന്നു. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ പ്രതാപം മങ്ങിക്കൊണ്ടിരുന്ന, എന്നാൽ മംഗോളിയൻ പടയോട്ടത്തിന്റെ ഭീതിയിൽ വിറങ്ങലിച്ചു നിന്ന ഒരു കാലഘട്ടം. രാത്രിക്ക് വല്ലാത്തൊരു നിശബ്ദതയുണ്ടിവിടെ. ആകാശത്ത് നക്ഷത്രങ്ങൾ ചിതറിക്കിടക്കുന്നു. കേരളത്തിലെ ഗ്രാമങ്ങളിൽ മഴക്കാലത്ത് രാത്രിയിൽ കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദം പോലെ ഇവിടെ പുൽമേടുകളിൽ കാറ്റിന്റെ മൂളൽ മാത്രം. അകലെ എവിടെയോ കുറുക്കന്മാർ ഓരിയിടുന്നുണ്ട്. തണുപ്പരിച്ചിറങ്ങുന്ന ആ രാത്രിയിൽ കായി ഗോത്രത്തിന്റെ തമ്പുകൾക്ക് നടുവിൽ കത്തുന്ന തീക്കുണ്ടത്തിനു ചുറ്റും നമ്മൾ നിൽക്കുകയാണെന്ന് കരുതുക. നമ്മുടെ ശ്രദ്ധാകേന്ദ്രം ആ തീക്കുണ്ടത്തിനരികിലിരിക്കുന്ന ഒരു യുവാവിലേക്കാണ്. ഉസ്മാൻ. അതെ, പിന്നീട് ലോകം കണ്ട വലിയൊരു സാമ്രാജ്യത്തിന് തന്റെ പേര് നൽകിയ മനുഷ്യൻ. പക്ഷേ ഇപ്പോഴവൻ ഒരു സുൽത്താനല്ല, വെറുമൊരു ഗോത്രത്തലവൻ. എർത്തോറുൽ എന്ന വലിയ പിതാവിന്റെ മകൻ എന്ന ഭാരം ചുമലിലേറ്റുന്ന ഒരു സാധാരണ യുവാവ്. ഉസ്മാന്റെ മുഖത്ത് തീനാളങ്ങളുടെ വെളിച്ചം വീഴുന്നുണ്ട്. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. ഉറക്കം വരാത്ത രാത്രികൾ. തന്റെ ഗോത്രം, തന്നെ വിശ്വസിച്ചു കൂടെ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ, അവരുടെ സുരക്ഷ. ചുറ്റും ശത്രുക്കളാണ്. കിഴക്ക് നിന്ന് മംഗോളിയർ രക്തം മണത്തുവരുന്നു. പടിഞ്ഞാറാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബൈസന്റൈൻ സാമ്രാജ്യം. രണ്ടു പാറകൾക്കിടയിൽപ്പെട്ട വിത്തിനെ പോലെയാണ് ഉസ്മാന്റെ ഗോത്രം. അന്ന് രാത്രി ഉസ്മാൻ തന്റെ ആത്മീയ ഗുരുവായ ഷെയ്ഖ് എദബാലിയുടെ ആശ്രമത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നത് വാക്കുകൾക്കും വിശ്വാസങ്ങൾക്കുമായിരുന്നു. ഷെയ്ഖ് എദബാലി ഒരു വെളിച്ചമായിരുന്നു ഉസ്മാന്. ഉസ്മാന്റെ മനസ്സ് നിറയെ സംശയങ്ങളാണ്. ഞാൻ എൻ്റെ പിതാവിനെ പോലെ ആകുമോ? ഈ ചെറിയ ഗോത്രത്തെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുമോ? രാത്രി ഏറെ വൈകി. ഉസ്മാൻ ആശ്രമത്തിലെ ഒരു മുറിയിൽ വിശ്രമിക്കാൻ കിടന്നു. ചുവരിൽ വിശുദ്ധ ഗ്രന്ഥം തൂക്കിയിട്ടിരിക്കുന്നത് കണ്ട് അതിനോടുള്ള ആദരവ് കാരണം കാലുകൾ നീട്ടിവെക്കാതെ മുട്ടുകാലിൽ തലവെച്ച് അവൻ ഉറക്കത്തിലേക്ക് വഴുകി വീണു. ആ ഉറക്കത്തിലാണ് ചരിത്രം തിരുത്തിയെഴുതിയ ആ സ്വപ്നം അവൻ കാണുന്നത്. സ്വപ്നത്തിൽ ഉസ്മാൻ കാണുന്നത് തിളങ്ങി നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെയാണ്. ആ ചന്ദ്രൻ ഷെയ്ഖ് എദബാലിയുടെ നെഞ്ചിൽ നിന്നുദിച്ചുയരുന്നു. മെല്ലെ മെല്ലെ അത് താഴെ ഇറങ്ങി ഉസ്മാന്റെ നെഞ്ചിലേക്ക് ലയിക്കുന്നു. ആ നിമിഷം ഉസ്മാന്റെ ശരീരത്തിൽ നിന്നൊരു മരം മുളച്ചു പൊന്താൻ തുടങ്ങി. അത്ഭുതകരമായ വേഗത്തിൽ ആ മരം വളർന്നു. അതിന്റെ ശാഖകൾ ആകാശത്തോളം ഉയർന്നു. വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്കിറങ്ങി. ആ മരത്തിന്റെ തണൽ ലോകത്തെ മുഴുവൻ മറയ്ക്കുന്നതായി ഉസ്മാൻ കണ്ടു. അതിന്റെ ഇലകൾക്ക് പച്ചപ്പും തിളക്കവുമുണ്ടായിരുന്നു. ആ മരച്ചുവട്ടിൽ വലിയ പർവ്വതങ്ങൾ നിരന്നു നിൽക്കുന്നു. ടോറസ്, അറ്റ്ലസ്, കോക്കസസ്, ബാൽക്കൻ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളിൽ നിന്ന് നദികൾ ഒഴുകിയിറങ്ങുന്നു. യൂഫ്രട്ടീസ്, ടൈഗ്രിസ്, നൈൽ, ഡാന്യൂബ്. ആ നദികളിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു. വയലുകൾ വിളഞ്ഞു നിൽക്കുന്നു. നഗരങ്ങളിൽ ബാങ്കുവിളികളും ക്ഷേത്രമണികളും മുഴങ്ങുന്നു. പെട്ടെന്ന് ആ മരത്തിന്റെ ഇലകൾ നീണ്ട വാളുകളായി മാറി. അവയെല്ലാം പടിഞ്ഞാറേക്ക് ഒരു പ്രത്യേക നഗരത്തിന് നേരെ വിരൽ ചൂണ്ടി. 2 കടലുകളും 2 വൻകരകളും ചേരുന്നിടത്ത് വജ്രം പോലെ തിളങ്ങുന്ന ഒരു നഗരം, കോൺസ്റ്റാന്റിനോപ്പിൾ. ലോകത്തിന്റെ മോതിരക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നഗരം. ഉസ്മാൻ ആ മോതിരം വിരലിലണിയാൻ കൈനീട്ടിയതും അവൻ ഞെട്ടിയുണർന്നു. ഉസ്മാൻ വിയർത്തു കുളിച്ചിരുന്നു. പുലർച്ചയായി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് പക്ഷികളുടെ ശബ്ദം കേൾക്കാം. കേരളത്തിലെ പുലരികളിൽ കേൾക്കുന്ന കിളികളുടെ ശബ്ദം പോലെ തന്നെ. പക്ഷേ ഇവിടെ കാറ്റിന് അല്പം കൂടി തണുപ്പുണ്ട്. ഉസ്മാൻ വേഗം എഴുന്നേറ്റ് ഷെയ്ഖ് എദബാലിയുടെ അടുത്തേക്ക് ഓടി.
ഷെയ്ഖ് എദബാലി ഉസ്മാന്റെ മുഖത്തെ തിളക്കം കണ്ടപ്പോൾ തന്നെ എന്തോ മാറ്റം സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞു. ഉസ്മാൻ ആ സ്വപ്നം വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ വയോധികന്റെ കണ്ണുകളിൽ നനവു പടർന്നു. അദ്ദേഹം ഉസ്മാന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു, "മകനെ ഉസ്മാൻ, അനുഗ്രഹങ്ങൾ നിനക്കും നിന്റെ സന്തതികൾക്കുമായി നൽകപ്പെട്ടിരിക്കുന്നു. നീയൊരു വലിയ സാമ്രാജ്യത്തിന്റെ സുൽത്താനാകും. എന്റെ മകൾ ബാല ഹാത്തൂൺ നിനക്ക് ഭാര്യയാകും. ആ ബന്ധത്തിലൂടെ ആത്മീയതയും അധികാരവും ഒന്നിക്കും. ഇതൊരു വെറും കഥയല്ല, ഇതൊരു തുടക്കമായിരുന്നു." അതുവരെ വെറുമൊരു ഗോത്രതലവനായിരുന്ന ഉസ്മാൻ ആ പ്രഭാതത്തിൽ ഉണർന്നത് ഒരു വലിയ ലക്ഷ്യമുള്ള പടത്തലവനായിട്ടാണ്. ആ സ്വപ്നം അവനൊരു ദിശാബോധം നൽകി. അതുവരെ അതിജീവിക്കാൻ മാത്രം ശ്രമിച്ചിരുന്ന കായി ഗോത്രം അതോടെ ജയിച്ചടക്കാൻ തയ്യാറെടുത്തു. ഉസ്മാൻ ഗാസി, ആ പേരിന് വിശ്വാസത്തിന്റെ പോരാളി എന്ന അർത്ഥം വരുന്നത് വെറുതെയല്ല. തന്റെ ചുറ്റുമുള്ള ചെറിയ തുർക്ക് ഗോത്രങ്ങളെ അവൻ ഒന്നിപ്പിച്ചു. ഭയമല്ല, മറിച്ച് നീതിയായിരുന്നു അവന്റെ ആയുധം. ബൈസന്റൈൻ ഗവർണർമാർ പോലും സ്വന്തം ഭരണകൂടത്തിന്റെ അഴിമതിയിൽ മടുത്ത് ഉസ്മാന്റെ നീതി തേടി വരാൻ തുടങ്ങി. യുദ്ധക്കളത്തിൽ ഉസ്മാൻ ഒരു കൊടുങ്കാറ്റായിരുന്നു. എന്നാൽ യുദ്ധം കഴിഞ്ഞാൽ അയാളൊരു സാധാരണ മനുഷ്യനായിരുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന, കൂടെയുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു മനുഷ്യൻ. തന്റെ വാൾ ആവപ്പൊതിയിലിരിക്കുമ്പോൾ അത് തുരുമ്പെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതുപോലെ തന്റെ മനസ്സ് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ തുരുമ്പെടുക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഉസ്മാന്റെ മുടി നരച്ചു, ശരീരം തളർന്നു. പക്ഷേ അന്ന് കണ്ട സ്വപ്നത്തിലെ മരം വളരുകയായിരുന്നു. ചെറിയ വിജയങ്ങളിലൂടെ അവൻ വലിയൊരു സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. ബുർസ എന്ന നഗരം കീഴടക്കുക എന്നതായിരുന്നു അവന്റെ അവസാന ആഗ്രഹം. പക്ഷേ മരണം അവനെ കാത്തുനിന്നില്ല. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഉസ്മാൻ തന്റെ മകൻ ഓർഹാനെ അരികിൽ വിളിച്ചു. പുറത്ത് യുദ്ധകാഹളങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഉസ്മാന്റെ ശബ്ദം നേർത്തിരുന്നു, എങ്കിലും അതിലുറപ്പുണ്ടായിരുന്നു. "മകനെ, ഈ വാൾ അധികാരത്തിന്റെ ചിഹ്നമല്ല, മറിച്ച് നീതിയുടെ ഭാരമാണ്. ജനങ്ങളുടെ സന്തോഷമാണ് സുൽത്താന്റെ വിജയം. ആ മരം, ആ സ്വപ്നത്തിലെ മരം, അതിനെ ഉണങ്ങാൻ അനുവദിക്കരുത്." ഉസ്മാൻ ഗാസി കണ്ണടച്ചു. ഒരു യുഗം അവസാനിച്ചു. മറ്റൊരു യുഗം ജനിക്കുകയായിരുന്നു. ഒരു സ്വപ്നത്തിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര വരാനിരിക്കുന്ന 6 നൂറ്റാണ്ടുകൾ ലോകത്തെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ ഉസ്മാൻ കണ്ട ആ സ്വപ്നത്തിലെ മോതിരക്കല്ല്, കോൺസ്റ്റാന്റിനോപ്പിൾ, അപ്പോഴും ഒരു ബാലികേറാമലയായി അവശേഷിച്ചു. ആ നഗരം ആരെയാണ് കാത്തിരിക്കുന്നത്? ഉസ്മാന്റെ പിൻതലമുറക്കാർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമോ? അതോ അധികാരത്തിന്റെ ലഹരിയിൽ അവർക്ക് വഴിതെറ്റുമോ? ചരിത്രത്തിന്റെ താളുകളിൽ രക്തവും കണ്ണീരും കൊണ്ട് എഴുതപ്പെട്ട ആ കഥയുടെ അടുത്ത അധ്യായം ഇതിലും ഉദ്വേഗജനകമാണ്. ഒരു കടലിനപ്പുറം സ്വർണം കൊണ്ട് നിർമ്മിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന മതിലുകളുള്ള ആ നഗരം ഒരു 21കാരനായ സുൽത്താനു മുന്നിൽ തലകുനിച്ച കഥ. ഉസ്മാൻ ഗാസി എന്ന വൻമരം വീണു. പക്ഷേ കാട് നിശബ്ദമായില്ല. കാരണം ആ മരത്തിൽ നിന്ന് വീണ വിത്തുകൾ അപ്പോഴേക്കും തഴച്ചു വളരാൻ തുടങ്ങിയിരുന്നു. ഉസ്മാന്റെ മകൻ ഓർഹാൻ പിതാവിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ സങ്കടത്തേക്കാൾ കൂടുതൽ നിശ്ചയദാർഢ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഗോത്രതലവന്റെ വേഷം അഴിച്ചുവെച്ച് ഒരു സാമ്രാജ്യത്തിന്റെ സുൽത്താൻ എന്ന വേഷം അണിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഓർഹാന് അറിയാമായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബുർസ എന്ന നഗരത്തിന്റെ കവാടത്തിലാണ്. ചരിത്രം പലപ്പോഴും യുദ്ധങ്ങളെ രക്തം കൊണ്ടാണ് അടയാളപ്പെടുത്താറുള്ളത്. എന്നാൽ ഓർഹാൻ വ്യത്യസ്തനായിരുന്നു. 10 വർഷത്തോളം, അതെ 10 നീണ്ട വർഷങ്ങൾ ഓർഹാനും സൈന്യവും ഈ നഗരത്തിനു ചുറ്റും കാത്തിരുന്നു. വാളുകൾ ഉറയിൽ തന്നെയിരുന്നു. അമ്പുകൾ ആവനാഴിയിൽ ഉറങ്ങി. ആക്രമിച്ച് കീഴടക്കുന്നതിനു പകരം ക്ഷമയോടെ കാത്തിരുന്ന് ജയിക്കുക എന്നതായിരുന്നു ഓർഹാന്റെ തന്ത്രം. ആ മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ബുർസ നഗരം ഒരു സ്വർണ്ണപാത്രം പോലെ തിളങ്ങുന്നത് കാണാമായിരുന്നു. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന നഗരം. സിൽക്ക് തുണിത്തരങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഗന്ധം അവിടെ കാറ്റിൽ പോലുമുണ്ടായിരുന്നു. എന്നാൽ ഉപരോധം മുറുകിയതോടെ ആ തിളക്കം മങ്ങിത്തുടങ്ങി. നഗരത്തിനുള്ളിൽ പട്ടിണി അതിന്റെ കരാളഹസ്തങ്ങൾ വീശി. ഒടുവിൽ ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ ബുർസയുടെ വാതിലുകൾ ഓർഹാനു മുന്നിൽ തുറക്കപ്പെട്ടു. ആ നിമിഷമൊന്ന് സങ്കൽപ്പിക്കൂ. വർഷങ്ങളായി അടച്ചിട്ട ഭീമാകാരമായ കവാടങ്ങൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ ശബ്ദം, തുരുമ്പെടുത്ത കീലങ്ങളുടെ ഞരക്കം. അതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന തുർക്ക് പടയാളികൾ. അവർ കൊള്ളയടിക്കാനല്ല വന്നത്,
വിശന്നുവലഞ്ഞ നഗരവാസികൾക്ക് റൊട്ടിയും വെള്ളവും നൽകിക്കൊണ്ടാണ് ഓർഹാൻ ആ നഗരത്തിലേക്ക് പ്രവേശിച്ചത്. അതൊരു കീഴടക്കലായിരുന്നില്ല, അതൊരു മോചനമായിരുന്നു. ബുർസ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ തലസ്ഥാനമായി മാറി. നാടോടികളായി നടന്നവർക്ക് ഇനി സ്വന്തമായി ഒരു വീടുണ്ട്. കല്ലും മരവും കൊണ്ട് തീർത്ത വലിയ കൊട്ടാരങ്ങളും പള്ളികളും അവിടെ ഉയരാൻ തുടങ്ങി. പക്ഷേ വിധിയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടത് അനറ്റോലിയ എന്ന ഏഷ്യ മൈനറിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ള ഒന്നായിരുന്നില്ല. കടൽ, ആ നീലക്കടൽ അവരെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. മർമറ കടലിനപ്പുറം യൂറോപ്പ് എന്ന സ്വപ്നഭൂമി കിടക്കുന്നു. അതുവരെ ഒരു തുർക്ക് പടയാളിയും ആ കടൽ കടന്നപ്പുറപ്പ് കാലുകുത്തിയിട്ടില്ല. അതൊരു വലിയ കടമ്പയായിരുന്നു. ഇവിടെയാണ് ചരിത്രത്തിലെ ആ നിർണായക രാത്രി കടന്നുവരുന്നത്. 1354 ഒരു തണുത്ത രാത്രി. ഓർഹാന്റെ മകൻ സുലൈമാൻ പാഷയും ധീരരായ 40 പടയാളികളും കടൽക്കരയിൽ നിൽക്കുന്നു. അവർക്ക് കപ്പലുകളില്ല, വലിയ സന്നാഹങ്ങളില്ല. ആകെയുള്ളത് മരത്തടികൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ ചെറിയ ചങ്ങാടങ്ങൾ മാത്രം. ഇരുട്ട് കണുത്ത സമയം. കടലിന്റെ ഇരമ്പൽ മാത്രം കേൾക്കാം. മരണത്തെ മുഖാമുഖം കാണുന്ന ആ നിമിഷത്തിലും അവരുടെ ഉള്ളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ജയിക്കാനുള്ള ദാഹമായിരുന്നു. അവർ ആ ചങ്ങാടങ്ങളിൽ ഇരുട്ടിലൂടെ തുഴഞ്ഞു നീങ്ങി. മറുകരയിൽ യൂറോപ്പിന്റെ മണ്ണിൽ ഗാലിപ്പുള്ളി എന്ന കോട്ട തലയുയർത്തി നിൽക്കുന്നു. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കാവൽപുര. ആ കോട്ട തകർക്കുക അസാധ്യമാണെന്ന് ഏവർക്കും അറിയാം. എന്നാൽ അന്നു രാത്രി സംഭവിച്ചത് മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള കാര്യമായിരുന്നു. സുലൈമാനും സംഘവും കരയിലെത്തിയ അതേ സമയം ഭൂമിയൊന്നു കുലുങ്ങി. ശക്തമായൊരു ഭൂകമ്പം, ഭൂമി പിളരുന്ന ശബ്ദം, കോട്ടമതിലുകൾ തകർന്നു വീഴുന്ന ഭീകരമായ കാഴ്ച. പ്രകൃതി തന്നെ ഓട്ടോമന്മാർക്കു വേണ്ടി വഴിമാറിക്കൊടുക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷം. നൂറ്റാണ്ടുകളായി ആർക്കും തകർക്കാൻ കഴിയാതിരുന്ന ഗാലിപ്പുള്ളിയുടെ മതിലുകൾ ആ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞു. കോട്ടയ്ക്കുള്ളിലെ കാവൽക്കാർ ഭയന്നു വിറച്ചു. ദൈവകോപം തങ്ങളുടെ മേൽ വന്നുവെന്ന് അവർ വിശ്വസിച്ചു. തകർന്ന മതിലുകൾക്കിടയിലൂടെ, പൊടിപടലങ്ങൾക്കിടയിലൂടെ സുലൈമാൻ പാഷയും പടയാളികളും കോട്ടയ്ക്കുള്ളിലേക്ക് കയറി. വാൾ വീശേണ്ടി വന്നില്ല. പ്രകൃതി അവർക്ക് വിജയം സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഓട്ടോമൻ പതാക യൂറോപ്പിന്റെ മണ്ണിൽ പാറിപ്പറന്നു. ഏഷ്യയിൽ നിന്ന് വന്ന ആ ഗോത്രം ഇനി മുതൽ 2 വൻകരകളുടെ ഉടമകളാണ്. പക്ഷേ വിജയങ്ങൾക്ക് എപ്പോഴും ഒരു വിലയുണ്ട്. ചരിത്രം അത് പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. സുലൈമാൻ പാഷ, ഓർഹാന്റെ പ്രിയപ്പെട്ട മകൻ, പിതാവിനു ശേഷം സിംഹാസനമേറുമെന്ന് എല്ലാവരും കരുതിയ ധീരനായ പോരാളി. ആ വിജയത്തിനു ശേഷം അധികം വൈകാതെ ഒരു നായാട്ടിനിടെ കുതിരപ്പുറത്തുനിന്ന് വീണ് സുലൈമാൻ മരിച്ചു. വാളുകൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ആ വീരനെ ഒരു ചെറിയ അപകടം കവർന്നെടുത്തു. ഈ വാർത്തയറിഞ്ഞ ഓർഹാൻ സുൽത്താന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സാമ്രാജ്യം പടുത്തുയർത്തി, ശത്രുക്കളെ മുഴുവൻ കീഴടക്കി. പക്ഷേ സ്വന്തം മകന്റെ ജീവൻ പിടിച്ചു നിർത്താൻ ആ വലിയ സുൽത്താന് കഴിഞ്ഞില്ല. അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന് ആ നിമിഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മകന്റെ വിയോഗം ഓർഹാനെ തളർത്തിക്കളഞ്ഞു. ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹം പിന്നീട് ഒരിക്കലും മോചിതനായില്ല. അധികം വൈകാതെ ഓർഹാനും ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഓട്ടോമൻ സാമ്രാജ്യം ഒരു കൊച്ചുകുട്ടിയല്ല. അത് കൗമാരത്തിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്നത് മുറാദ് ഒന്നാമന്റെ കാലമാണ്. ഇനിയാണ് കഥയുടെ ഗതി മാറുന്നത്. അതുവരെ കണ്ട പോരാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമ്രാജ്യം അതിന്റെ ഇരുണ്ട മുഖം കാണിച്ചു തുടങ്ങുന്ന കാലം. മുറാദ്, പേരുപോലെ തന്നെ നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരി. പക്ഷെ അദ്ദേഹം നേരിട്ടത് പുറത്തുനിന്നുള്ള ശത്രുക്കളെ മാത്രമല്ല. സാമ്രാജ്യം വലുതാകുന്തോറും അതിനെ നിയന്ത്രിക്കാൻ സാധാരണ സൈന്യം പോരാ എന്ന് മുറാദ് തിരിച്ചറിഞ്ഞു. ഗോത്രവർഗക്കാരായ പടയാളികൾക്ക് കൃഷിപ്പണിയുണ്ട്, കുടുംബമുണ്ട്. അവർക്കെപ്പോഴും യുദ്ധം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മുറാദിന്റെ മനസ്സിൽ ആ ആശയം ഉദിച്ചു. സ്വന്തം ചോരയല്ല, പക്ഷെ സുൽത്താനു വേണ്ടി മാത്രം ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു സൈന്യം. മാതാപിതാക്കളില്ലാത്ത, വീടില്ലാത്ത, സുൽത്താൻ മാത്രം പിതാവായ ഒരു കൂട്ടം യുവാക്കൾ. ഇവിടെയാണ് ജാനിസറികൾ ജനിക്കുന്നത്. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരരും എന്നാൽ ഏറ്റവും അച്ചടക്കമുള്ളവരുമായ പടയാളികൾ.
ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്ന് ചെറിയ ആൺകുട്ടികളെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നു. അവർക്ക് ഇസ്ലാം മതം നൽകുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധമുറകൾ പഠിപ്പിക്കുന്നു. അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ: സുൽത്താന്റെ സംരക്ഷണം. അവർക്ക് വിവാഹം കഴിക്കാൻ അനുവാദമില്ല, സമ്പാദിക്കാൻ അനുവാദമില്ല. അവരുടെ ജീവിതം യുദ്ധക്കളത്തിൽ തുടങ്ങി യുദ്ധക്കളത്തിൽ അവസാനിക്കുന്നു. ആലോചിച്ചു നോക്കൂ, സ്വന്തം വേരുകൾ അറുത്തുമാറ്റപ്പെട്ട് സുൽത്താന്റെ നിഴലായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ആ കുട്ടികളുടെ മാനസികാവസ്ഥ. ഈ പുതിയ സൈന്യവുമായി മുറാദ് യൂറോപ്പിന്റെ ഉള്ളിലേക്ക് മാർച്ച് ചെയ്തു. ബാൽക്കൻ മലനിരകൾ ഓട്ടോമൻ പടയുടെ കാലൊച്ചയിൽ വിറച്ചു. സെർബിയയും ബൾഗേറിയയും ഓരോന്നായി കീഴടങ്ങി. കുരിശുയുദ്ധങ്ങൾക്കായി യൂറോപ്പിലെ രാജാക്കന്മാർ ഒന്നിക്കാൻ തുടങ്ങി. കിഴക്ക് നിന്ന് വരുന്ന ഈ കൊടുങ്കാറ്റിനെ തടയാൻ അവർ സഖ്യമുണ്ടാക്കി. അങ്ങനെ 1389-ൽ കൊസോവോ എന്ന സ്ഥലത്തുവെച്ച് ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്നു. ഒരു വശത്ത് സെർബിയൻ രാജാവായ ലാസറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ക്രൈസ്തവ സഖ്യം, മറുവശത്ത് മുറാദ് സുൽത്താന്റെ ഓട്ടോമൻ പട. യുദ്ധം നടന്നത് ഒരു വലിയ സമതലത്തിലായിരുന്നു. ആകാശം കറുത്തിരുന്നിരുന്നു. കാറ്റിൽ രക്തത്തിന്റെ ഗന്ധം. ആയിരക്കണക്കിന് കുതിരകളുടെ കുളമ്പടി ശബ്ദം ഭൂമിയെ കുലുക്കി. ആ യുദ്ധം വെറുമൊരു ജയപരാജയങ്ങളുടെ കണക്കായിരുന്നില്ല. അത് രണ്ട് സംസ്കാരങ്ങളുടെ, രണ്ട് വിശ്വാസങ്ങളുടെ കൂട്ടിയിടിയായിരുന്നു. യുദ്ധം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ വിജയം ഓട്ടോമൻ പടയുടെ കൂടെയാണെന്നുറപ്പായ നിമിഷം യുദ്ധക്കളത്തിൽ മരിച്ചു വീണവരെ നോക്കി നടക്കുകയായിരുന്നു മുറാദ് സുൽത്താൻ. പെട്ടെന്ന് മരിച്ചുവെന്ന് കരുതിയ ഒരു സെർബിയൻ പടയാളി, പേര് മിലോസ് ഒബിലെക്, ശവങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേറ്റു. അയാൾ സുൽത്താന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുന്നതുപോലെ അഭിനയിച്ചു. കാവൽക്കാർ തടയുന്നതിനു മുൻപ് മിന്നൽ വേഗത്തിൽ അയാൾ തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിഷം പുരട്ടിയ കഠാര വലിച്ചൂരി. ആ നിമിഷം സമയം നിലച്ചുപോയതുപോലെ സുൽത്താന്റെ നെഞ്ചിലേക്ക് ആ കഠാര ആഴ്ന്നിറങ്ങി. വിജയത്തിന്റെ തൊട്ടരികെ വെച്ച്, സ്വന്തം സൈന്യത്തിന് നടുവിൽ വെച്ച് ആ വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ നിലം പതിച്ചു. ഓട്ടോമൻ ചരിത്രത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് വധിക്കപ്പെട്ട ഒരേയൊരു സുൽത്താൻ. മുറാദിന്റെ രക്തം കൊസോവോയിലെ മണ്ണിൽ വീണു. പക്ഷേ ആ മരണം സാമ്രാജ്യത്തെ തകർത്തില്ല. പകരം അത് കൂടുതൽ ശക്തവും ക്രൂരവുമാക്കി. സുൽത്താന്റെ മൃതദേഹത്തിനു മുന്നിൽ വെച്ച് അവിടെ വെച്ച് തന്നെ പുതിയ സുൽത്താനെ പ്രഖ്യാപിച്ചു: ബയസിദ്, ഇടിമിന്നൽ, ദ തണ്ടർ ബോൾട്ട് എന്നു വിളിപ്പേരുള്ള ബയസിദ്. പിതാവിന്റെ ചോര ഉണങ്ങുന്നതിനു മുൻപ് ബയസിദ് ചെയ്ത ആദ്യത്തെ കൽപ്പനയെന്താണെന്നറിയാമോ? അധികാരത്തിനു വേണ്ടി നാളെ ഒരു തർക്കമുണ്ടാകാതിരിക്കാൻ സ്വന്തം സഹോദരനായ യാക്കൂബിനെ വധിക്കുക. അധികാരത്തിന്റെ ക്രൂരമായ മുഖം അവിടെ തെളിഞ്ഞു. ഒരു സാമ്രാജ്യം നിലനിൽക്കാൻ സ്വന്തം ചോരയെപ്പോലും ബലി നൽകേണ്ടി വരുന്ന ഭയാനകമായ അവസ്ഥ. സഹോദരഹത്യ എന്ന ശാപം ഓട്ടോമൻ ചരിത്രത്തിൽ അവിടെ തുടങ്ങുന്നു. ബയസിദ് അധികാരമേറ്റു. പിതാവിനേക്കാൾ വേഗത്തിൽ മിന്നൽ പോലെ അയാൾ സഞ്ചരിച്ചു. പക്ഷേ കിഴക്ക് നിന്നും മറ്റൊരു വലിയ മേഘം ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു ഭീഷണി. മുടന്തനായ, എന്നാൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനിറങ്ങിയ തൈമൂർ. രണ്ട് സിംഹങ്ങൾ ഒരേ കാട്ടിൽ വാഴില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ്. ബയസീദും തൈമൂറും തമ്മിലുള്ള കൂടിക്കാഴ്ച അനിവാര്യമായിരുന്നു. അത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, ഈഗോകളുടെ പോരാട്ടമായിരുന്നു. അങ്കാറയുടെ സമതലങ്ങളിൽ വെച്ച് നടക്കാൻ പോകുന്ന ആ യുദ്ധം ഒട്ടോമൻ സാമ്രാജ്യത്തെ വേരോടെ പിഴുതെറിയുമോ? വിധി വീണ്ടും ഒരു ചതുരംഗ കളിക്ക് തയ്യാറെടുക്കുകയാണ്. അതിൽ കരുക്കൾ ആയിരക്കണക്കിന് പടയാളികളാണ്. രാജാക്കന്മാർ വീഴാൻ പോകുന്നു. എന്താണ് ആ കറുത്ത ദിനത്തിൽ സംഭവിച്ചത്? ആ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കാരണം അടുത്ത അധ്യായം വിജയത്തിൻ്റേതല്ല, മറിച്ച് വലിയൊരു വീഴ്ചയുടേതാണ്. അഹങ്കാരം, അതൊരു ലഹരിയാണ്. ചരിത്രത്തിൽ എത്രയോ സാമ്രാജ്യങ്ങൾ വാളിന്റെ മൂർച്ച കുറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് ഭരണാധികാരികളുടെ അഹങ്കാരം മൂത്തതുകൊണ്ടാണ് തകർന്നുപോയിട്ടുള്ളത്. സുൽത്താൻ ബയസീദ്, ഇടിമിന്നൽ, ദ തണ്ടർ ബോൾട്ട് എന്നറിയപ്പെട്ടിരുന്നത് വെറുതെയല്ല. മിന്നൽ പിണർ പോലെ വേഗത്തിൽ സഞ്ചരിക്കുന്ന, ഒരിടത്തും തോൽവി സമ്മതിക്കാത്ത പോരാളി. യൂറോപ്പിനെ മുട്ടുകുത്തിച്ച ബയസീദിന്റെ കണ്ണിൽ അന്ന് ലോകം വളരെ ചെറുതായിരുന്നു. എന്നാൽ കിഴക്ക് നിന്ന് മറ്റൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ടായിരുന്നു. തൈമൂർ ലാങ്, മുടന്തനായ തൈമൂർ. ആ മുടന്തുള്ള കാലുകൾ വെച്ച് അയാൾ നടന്നു കയറിയത് ലോകചരിത്രത്തിന്റെ നെഞ്ചിലേക്കാണ്. ചെങ്കിസ് ഖാന്റെ പിൻഗാമി എന്ന് സ്വയം വിശേഷിപ്പിച്ച തൈമൂർ ബാഗ്ദാദിലും ഡൽഹിയിലും തലയോട്ടികൾ കൊണ്ട് ഗോപുരങ്ങൾ പടുത്തുയർത്തിയ ക്രൂരനായ പടത്തലവനായിരുന്നു. ബയസീദിന്റെ അഹങ്കാരവും തൈമൂറിന്റെ വന്യമായ ആക്രമണത്വരയും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ കഴിയാത്തതായിരുന്നു.
ഇരുവരും തമ്മിൽ കൈമാറിയ കത്തുകൾ ചരിത്രത്തിലെ ഏറ്റവും വിഷലിപ്തമായ വരികളായിരുന്നു. എന്റെ മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറാവുക എന്ന് തൈമൂർ എഴുതിയപ്പോൾ നീ വെറുമൊരു ഭ്രാന്തൻ പട്ടി എന്നായിരുന്നു ബയസീദിന്റെ മറുപടി. വാക്കുകൾ ആയുധങ്ങളായി മാറിയപ്പോൾ യുദ്ധം അനിവാര്യമായി. 1402 കൊടും വേനൽക്കാലം. അങ്കാറയിലെ വിശാലമായ മൈതാനം. സൂര്യൻ ഉച്ചിയിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്നു. ബയസീദ് തന്റെ വലിയ സൈന്യവുമായി അവിടെ എത്തിയിരുന്നു. എന്നാൽ തൈമൂർ ഒരു കുറുക്കനെ പോലെ തന്ത്രശാലിയായിരുന്നു. ബയസീദ് എത്തുന്നതിനു മുമ്പ് തൈമൂർ അവിടെയെത്തി. പ്രദേശത്തെ ജലസ്രോതസ്സുകൾ കൈക്കലാക്കി. കുടിവെള്ളം ലഭിക്കുന്ന അരുവികൾക്ക് മുകളിൽ തൈമൂർ വിഷം കലർത്തി. കിലോമീറ്ററുകൾ താണ്ടി ക്ഷീണിച്ചു വന്ന ഓട്ടോമൻ സൈന്യത്തിന് ദാഹം കൊണ്ട് തൊണ്ട വരണ്ടു. അവരുടെ കൺമുന്നിൽ ശത്രുസൈന്യം ആനകളും കുതിരകളുമായി സജ്ജരായി നിൽക്കുന്നു. യുദ്ധം ആരംഭിച്ചു. തുടക്കത്തിൽ ഓട്ടോമൻ ജാനിസറികൾ സിംഹങ്ങളെപ്പോലെ പൊരുതി. ബയസീദിന്റെ ഇടിമിന്നൽ എന്ന പേര് അന്വർത്ഥമാക്കുന്ന വേഗത അവരുടെ നീക്കങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ആ യുദ്ധം തോൽപ്പിക്കപ്പെട്ടത് വാളുകൾ കൊണ്ടല്ല, ചതി കൊണ്ടായിരുന്നു. ബയസീദിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന തുർക്കിയിലെ മറ്റു ചെറിയ ഗോത്രങ്ങളിൽ നിന്നുള്ള പടയാളികൾ പെട്ടെന്ന് കൂറുമാറി. അവർ തൈമൂറിന്റെ പക്ഷത്തേക്ക് ചേർന്നു. സ്വന്തം സൈന്യത്തിന്റെ ഒരു ഭാഗം തനിക്കെതിരെ തിരിയുന്നത് കണ്ട് ബയസീദ് ഞെട്ടിപ്പോയി. വിശ്വസിച്ചവർ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന ശത്രുവിന്റെ വാളിനേക്കാൾ വലുതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും മൈതാനം ശവങ്ങൾ കൊണ്ട് നിറഞ്ഞു. തന്റെ വിശ്വസ്തരായ ജാനിസറികൾക്കും മക്കൾക്കുമൊപ്പം ബയസീദ് അവസാന ശ്വാസം വരെ പൊരുതി. പക്ഷേ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓട്ടോമൻ സുൽത്താൻ ശത്രുവിന്റെ കൈകളിൽ ജീവനോടെ പിടിയിൽപ്പെട്ടു. ആ കാഴ്ചയൊന്ന് ഓർത്തു നോക്കൂ. യൂറോപ്പിലെ രാജാക്കന്മാരെ വിറപ്പിച്ച് പാശ്ചാത്യലോകം മുഴുവൻ ഭയത്തോടെ നോക്കിക്കണ്ട ആ വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ ഇപ്പോൾ ചങ്ങലകളിൽ ബന്ധിതനായി തൈമൂറിന്റെ കൂടാരത്തിലേക്ക് നയിക്കപ്പെടുന്നു. തൈമൂർ ബയസീദിനെ ഇരുമ്പുകൂട്ടിലുള്ളിലിട്ട് മൃഗത്തെപ്പോലെ കൊണ്ടുനടന്നു എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. അത് സത്യമാണോ അതോ കെട്ടുകഥയാണോ എന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ പരാജയം നൽകിയ മാനസിക ആഘാതം അതിലും വലുതായിരുന്നു. തന്റെ സാമ്രാജ്യം കൺമുന്നിൽ തകർന്നു വീഴുന്നത് കണ്ട് അപമാനഭാരത്താൽ നീറി തടവറയിൽ വെച്ച് ബയസീദ് മരണത്തിന് കീഴടങ്ങി. അതോടെ ഓട്ടോമൻ സൂര്യൻ അസ്തമിച്ചുവെന്ന് ലോകം കരുതി. ഉസ്മാൻ ഗാസി നട്ട ആ മരം വേരോടെ പിഴുതെറിയപ്പെട്ടു. അടുത്ത 11 വർഷങ്ങൾ ഓട്ടോമൻ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം, ദ ഇന്റർറെഗ്നം എന്നാണിതിനെ വിളിക്കുന്നത്. സുൽത്താനില്ലാത്ത സിംഹാസനം. ബയസീദിന്റെ മക്കൾ സുലൈമാൻ, ഈസ, മൂസ, മെഹമ്മദ് എന്നിവർ അധികാരത്തിനു വേണ്ടി പരസ്പരം പോരടിച്ചു. രാജ്യം പലതായി പിളർന്നു. സഹോദരൻ സഹോദരന്റെ രക്തം കുടിക്കാൻ ദാഹിച്ചു നടക്കുന്ന കാലം. ഈ ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത് സാധാരണ ജനങ്ങളായിരുന്നു. ഒരു ദിവസം സുലൈമാന്റെ സൈന്യം വരും, അടുത്ത ദിവസം മൂസയുടെ സൈന്യം വരും. ഗ്രാമങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങി. ആളുകൾ ആകാശത്തേക്ക് നോക്കി ചോദിച്ചു, ഞങ്ങൾക്കെന്ന് ശാന്തി ലഭിക്കും? ഉസ്മാൻ കണ്ട ആ സ്വപ്നം വെറുമൊരു മിഥ്യയായിരുന്നു. പക്ഷേ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നത് ഈ സാമ്രാജ്യത്തിന്റെ വിധിയായിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള ചോരക്കളിയിൽ ഒടുവിൽ ഒരാൾ വിജയിച്ചു. മെഹമ്മദ് ഒന്നാമൻ. മെഹമ്മദ് തന്റെ സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം യുദ്ധം ജയിച്ചത് ക്രൂരത കൊണ്ടായിരുന്നില്ല, മറിച്ച് ക്ഷമയും നയതന്ത്രജ്ഞതയും കൊണ്ടായിരുന്നു. ചിന്നിച്ചിതറിയ സാമ്രാജ്യത്തെ അദ്ദേഹം ഒരു നൂലിലെന്ന പോലെ കോർത്തെടുത്തു. തകർന്നുപോയ വിശ്വാസം അദ്ദേഹം തിരിച്ചുപിടിച്ചു. അതുകൊണ്ടാണ് മെഹമ്മദ് ഒന്നാമനെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ രണ്ടാം സ്ഥാപകൻ, ദ സെക്കൻഡ് ഫൗണ്ടർ എന്ന് വിളിക്കുന്നത്. മരണവക്കിലെത്തിയ ഒരു സാമ്രാജ്യത്തിന് അദ്ദേഹം ജീവൻ നൽകി. പക്ഷേ ആഴത്തിലുള്ള മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും. സാമ്രാജ്യം തിരിച്ചുപിടിച്ചെങ്കിലും പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ഇനിയുമേറെ ദൂരം സഞ്ചരിക്കണമായിരുന്നു. മെഹമ്മദിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുറാദ് രണ്ടാമൻ അധികാരമേറ്റു. സമാധാനം ആഗ്രഹിച്ച എന്നാൽ യുദ്ധം ചെയ്യേണ്ടി വന്ന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ആത്മീയതയിൽ താൽപ്പര്യമുണ്ടായിരുന്ന മുറാദ് ഇടയ്ക്ക് അധികാരം ഉപേക്ഷിച്ച് മകനെ ഏൽപ്പിച്ച് വിശ്രമജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വാളെടുപ്പിച്ചു. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു കഥാപാത്രം രംഗപ്രവേശനം ചെയ്യുന്നത്. മുറാദിന്റെ മകൻ മെഹമ്മദ് രണ്ടാമൻ. ചരിത്രം അവനെ പിന്നീട് വിളിച്ചത് ഫാത്തിഹ് അഥവാ കീഴടക്കുന്നവൻ എന്നാണ്. പക്ഷേ ബാല്യത്തിൽ അവൻ ആരും ശ്രദ്ധിക്കാത്ത, വാശികാരായ, അധ്യാപകരെ അനുസരിക്കാത്ത ഒരു കുട്ടിയായിരുന്നു. എടുത്തുചാട്ടക്കാരനായ ആ കുട്ടിയെ മെരുക്കാൻ മുറാദ് പല ഗുരുക്കന്മാരെയും ഏൽപ്പിച്ചു. ഒടുവിൽ മൊല്ല ഗുരാനി എന്ന കർക്കശക്കാരനായ ഗുരുവിന്റെ വടിയുടെ തുമ്പത്താണ് ആ കുട്ടി അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയത്. അക്ഷരങ്ങൾക്കൊപ്പം
അവൻ മറ്റൊരു വലിയ പാഠം കൂടി പഠിച്ചു. സ്വപ്നം കാണുക. അവന്റെ തലയിണക്കടിയിൽ എപ്പോഴും ഒരു ഭൂപടമുണ്ടായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഭൂപടം. ഉറക്കത്തിലും ഉണർവിലും അവന്റെ മനസ്സിൽ ആ നഗരം മാത്രമായിരുന്നു. 1000 വർഷത്തോളം ആർക്കും തകർക്കാൻ കഴിയാത്ത ആ കോട്ടമതിലുകൾ. കടലിന്റെ നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ആ നഗരം. ഒന്നുകിൽ ഞാൻ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കും, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നെ കീഴടക്കും എന്നാ ബാലൻ കണ്ണാടിയിൽ നോക്കി പറയുമായിരുന്നു. പിതാവ് മുറാദ് മരിച്ചപ്പോൾ മെഹമ്മദ് രണ്ടാമൻ സുൽത്താനായി സ്ഥാനമേറ്റു. അന്നവനു പ്രായം വെറും 21 വയസ്സ്. അധികാരമേറ്റപ്പോൾ കൊട്ടാരത്തിലെ മുതിർന്ന മന്ത്രിമാർ അവനെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. ഈ പയ്യനാണോ നമ്മളെ നയിക്കാൻ പോകുന്നത്? ഇവന്റെ കയ്യിലാണോ സാമ്രാജ്യത്തിന്റെ ഭാവി? അയൽരാജ്യങ്ങളിലെ രാജാക്കന്മാർ അവനെ കളിക്കൂട്ടുകാരൻ എന്ന് വിളിച്ചു കളിയാക്കി. ബൈസന്റൈൻ ചക്രവർത്തി കരുതി ഈ ചെറിയ പയ്യനെ വിരട്ടി നിർത്താമെന്ന്. പക്ഷേ അവർക്കാർക്കും അറിയില്ലായിരുന്നു ആ 21കാരന്റെ നെഞ്ചിലെരിയുന്ന തീ എത്ര വലുതാണെന്ന്. അവൻ അധികാരമേറ്റുടൻ ചെയ്ത കാര്യങ്ങൾ കണ്ട് ലോകം അന്തം വിട്ടുപോയി. അവൻ സമാധാന കരാറുകൾ പുതുക്കിയില്ല. പകരം ബോസ്ഫറസ് കടലിടുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ബൈസന്റൈൻ കോട്ടയ്ക്ക് നേരെ എതിർവശത്തായി അവനൊരു പുതിയ കോട്ട പണിയാൻ തുടങ്ങി. റുമേലി ഹിസാർ. തൊണ്ട മുറിക്കുന്നവൻ എന്നാണ് ആ കോട്ടയ്ക്കവൻ പേരിട്ടത്. കാരണം വ്യക്തമായിരുന്നു. കരിങ്കടലിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള ധാന്യവരവ് തടയുക, നഗരത്തിന്റെ ശ്വാസക്കുഴൽ ഞെരിക്കുക. ബൈസന്റൈൻ ചക്രവർത്തി ദൂതന്മാരെ അയച്ചു. ഞങ്ങൾക്ക് സമാധാനം വേണം, എന്തിനാണ് ഈ കോട്ട? മെഹമ്മദ് ആ ദൂതന്മാരോട് ശാന്തമായി പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതൊന്നും എനിക്ക് ബാധകമല്ല. എന്റെ അധികാരമെത്തുന്നിടത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും എത്തില്ല. പോയി ചക്രവർത്തിയോട് പറയൂ, യുദ്ധത്തിന് തയ്യാറെടുക്കാൻ. ആ വാക്കുകളിൽ ഒരു കുട്ടിയുടെ വാശിയല്ല, ഒരു ചക്രവർത്തിയുടെ ഗർജനമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ വെറും വാളുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവന് പുതിയ സാങ്കേതിക വിദ്യകൾ വേണമായിരുന്നു. അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്തത്ര വലിയ പീരങ്കികൾ നിർമ്മിക്കാൻ അവൻ അർബൻ എന്ന ഹംഗേറിയൻ എഞ്ചിനീയറെ വിളിച്ചുവരുത്തി. ബാബിലോണിലെ മതിലുകൾ തകർക്കാൻ പോനത്ര ശക്തിയുള്ള ഒരു പീരങ്കി എനിക്ക് വേണം, മെഹമ്മദ് ആവശ്യപ്പെട്ടു. അങ്ങനെ ബസിലിക്ക എന്ന രാക്ഷസൻ ജനിച്ചു. 27 അടി നീളമുള്ള 600 കിലോ ഭാരമുള്ള കല്ലുകൾ കിലോമീറ്ററുകളോളം ദൂരത്തേക്കെറിയാൻ കഴിയുന്ന ഭീകരമായ ആയുധം. ലോകം ശ്വാസമടക്കി പിടിച്ചു. 1453 വസന്തകാലം വന്നെത്തി. ആകാശം പോലും ഭയന്ന നിമിഷങ്ങൾ. മെഹമ്മദ് തന്റെ കൂറ്റൻ സൈന്യവുമായി കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മതിലുകൾക്ക് മുന്നിലെത്തി. കടലിലും കരയിലും ഉപരോധം. പക്ഷേ ആ നഗരം അത് കീഴടത്തുക എളുപ്പമായിരുന്നില്ല. 3 വശവും കടൽ. ഒരു വശത്ത് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തിയോഡോഷ്യൻ മതിലുകൾ. കടലിലൂടെ കപ്പലുകൾ വരാതിരിക്കാൻ അവർ വമ്പൻ ചങ്ങലകൾ കുറുകെ വലിച്ചു കെട്ടിയിരുന്നു. ആദ്യത്തെ ആക്രമണങ്ങൾ പരാജയപ്പെട്ടു. ഓട്ടോമൻ കപ്പലുകൾക്ക് ആ ചങ്ങല ഭേദിച്ച് ഉൾക്കടലിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. സൈനികർ നിരാശരായി. മന്ത്രിമാർ പിറുപിറുത്തു തുടങ്ങി. നമുക്ക് പിന്മാറാം സുൽത്താനെ, ഇതസാധ്യമാണ്. ആ രാത്രി മെഹമ്മദ് തന്റെ കൂടാരത്തിൽ തനിച്ചിരുന്നു. പുറത്ത് പരാജയത്തിന്റെ മൂകത. അവന്റെ സ്വപ്നം കൺമുന്നിൽ തകരാൻ പോകുന്നു. പിന്മാറിയാൽ ചരിത്രം അവനെ തോറ്റവനായി രേഖപ്പെടുത്തും. മുന്നോട്ടു പോകാൻ വഴികളില്ല. പെട്ടെന്ന് അവന്റെ കണ്ണുകളിൽ ഒരു ഭ്രാന്തമായ തിളക്കം വന്നു. ആരും ചിന്തിക്കാത്ത അസാധ്യമായൊരാശയം അവന്റെ തലയിൽ ഉദിച്ചു. കടലിലൂടെ കപ്പലുകൾക്ക് പോകാൻ കഴിയില്ലെങ്കിൽ നമുക്ക് കപ്പലുകളെ കരയിലൂടെ കൊണ്ടുപോകാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കപ്പലുകളെ കരയിലൂടെ ഓടിക്കുക. ഗലാറ്റ എന്ന കുന്നിൻ മുകളിലൂടെ മരത്തടികളിൽ കൊഴുപ്പു തേച്ച് വലിയ കപ്പലുകളെ കെട്ടിവലിച്ച് മല കയറ്റി മതിലുകൾക്ക് പിന്നിലെ കടലിലിറക്കുക. ഭ്രാന്തനെന്ന് ആരും വിളിച്ചുപോകുന്ന പദ്ധതി. പക്ഷേ മെഹമ്മദ് പറഞ്ഞു, രാത്രി വെളുക്കുന്നതിനു മുൻപ് എന്റെ കപ്പലുകൾ ഗോൾഡൻ ഹോണിൽ നീന്തി തുടിക്കണം. ആ രാത്രിയിൽ അവിടെ നടന്നത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ വിജയമായിരുന്നു. ആയിരക്കണക്കിന് പടയാളികൾ, കാളകൾ, കുതിരകൾ. നിശബ്ദമായി അവർ ആ കപ്പലുകളെ മല കയറ്റി. നേരം വെളുത്തപ്പോൾ ബൈസന്റൈൻ ജനത കണ്ട കാഴ്ച അവരെ നടുക്കിക്കഴിഞ്ഞു. ഇന്നലെ വരെ ശൂന്യമായിരുന്ന തങ്ങളുടെ ഉൾക്കടലിൽ ഓട്ടോമൻ കപ്പലുകൾ പതാകയുമേന്തി നിൽക്കുന്നു. അസാധ്യമായത് സംഭവിച്ചിരിക്കുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ബൈസന്റൈൻ സൈന്യം വിറച്ചു. ഇനി അവസാനത്തെ ആക്രമണം. മെഹമ്മദ് തന്റെ സൈന്യത്തോട് പറഞ്ഞു, നാളെ നമ്മൾ ആ നഗരത്തിനുള്ളിൽ നിസ്കരിക്കും. അല്ലെങ്കിൽ
ഈ മതിലുകൾക്ക് താഴെ മരിച്ചു വീഴും. എന്തായിരിക്കും ആ നിർണായക ദിനത്തിൽ സംഭവിച്ചത്? 1100 വർഷത്തെ ചരിത്രമുള്ള ഒരു സാമ്രാജ്യം എങ്ങനെയാണ് നിലംപതിച്ചത്? ആ നിമിഷത്തിന്റെ തീവ്രത അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം. 1453 മെയ് 28 രാത്രി. ലോകചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രികളിലൊന്ന്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കനത്ത മതിലുകൾക്കപ്പുറവും ഇപ്പുറവും 2 വ്യത്യസ്ത ലോകങ്ങളായിരുന്നു. പുറത്ത് മെഹമ്മദ് എന്ന 21കാരന്റെ കൂടാരത്തിൽ വിജയത്തിന്റെ ആവേശം നുരഞ്ഞുപൊന്തുമ്പോൾ, അകത്ത് ബൈസന്റൈൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ 11ാമന്റെ കൊട്ടാരത്തിൽ മരണത്തിന്റെ തണുത്ത മരവിപ്പായിരുന്നു. ആ രാത്രി നഗരത്തിൽ സംഭവിച്ചത് ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു. 1000 വർഷമായി ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും കത്തോലിക്കരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ മരണത്തെ മുന്നിൽ കണ്ട ആ രാത്രിയിൽ ആ വേർതിരിവുകളെല്ലാം അലിഞ്ഞുപോയി. ഹാഗിയ സൊഫിയ എന്ന ആ വലിയ ദേവാലയത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. പ്രഭുക്കന്മാരും പാവപ്പെട്ടവരും വൈദികരും കച്ചവടക്കാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും കണ്ണീരോടെ തോളോട് തോൾ ചേർന്ന് നിന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ചുവരുകളിൽ ആടിയുലഞ്ഞു. പുറത്തു കേൾക്കുന്ന ഇടിമുഴക്കം വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനയാണെന്ന് അവർക്കറിയാമായിരുന്നു. ചക്രവർത്തി കോൺസ്റ്റന്റൈൻ, അദ്ദേഹം ഒരു ഭീരുവായ ഭരണാധികാരിയായിരുന്നില്ല. രക്ഷപ്പെടാൻ പലരും ഉപദേശിച്ചിട്ടും എന്റെ നഗരം വീഴുമ്പോൾ ഞാനും വീഴും എന്നുറപ്പിച്ചു പറഞ്ഞ ധീരൻ. അന്ന് രാത്രി അദ്ദേഹം തന്റെ സൈനികരോടും ജനങ്ങളോടും അവസാനമായി സംസാരിച്ചു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ആ പ്രസംഗം കേട്ടാൽ കല്ലുകൾ പോലും കരഞ്ഞുപോകും. അദ്ദേഹം എല്ലാവരോടും മാപ്പു ചോദിച്ചു. പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ വിതുമ്പി. അതൊരു വിടപറയലായിരുന്നു. നേരം വെളുക്കാറായി. മെയ് 29 ചൊവ്വാഴ്ച. പുറത്ത് ഓട്ടോമൻ പാളയത്തിൽ തികഞ്ഞ നിശബ്ദതയായിരുന്നു. മെഹമ്മദ് സുൽത്താൻ ശാന്തനായിരുന്നു. പെട്ടെന്ന് പുലർച്ചെയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് യുദ്ധകാഹളങ്ങൾ മുഴങ്ങി. പീരങ്കികൾ ഒന്നിച്ച് ഗർജിച്ചു. ബസിലിക്ക എന്ന രാക്ഷസൻ പീരങ്കി മതിലുകളിൽ തീമഴ പെയ്യിച്ചു. ആക്രമണം തുടങ്ങി. കടലിലെ തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി ഓട്ടോമൻ പടയാളികൾ മതിലുകളിലേക്ക് ഇരച്ചു കയറി. ആദ്യം ക്രമരഹിതമായ സൈന്യം, ഇറഗുലേഴ്സ്, പിന്നീട് അനറ്റോലിയൻ പടയാളികൾ. ബൈസന്റൈൻ സൈന്യം ജീവൻ കൊടുത്തു പൊരുതി. ജിയോവാനി ജ്യൂസ്റ്റിനിയാനി എന്ന ജെനോയീസ് പടത്തലവനായിരുന്നു നഗരത്തിന്റെ പ്രതിരോധം നയിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം സൈനികർക്ക് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ വിധി അദൃശ്യമായൊരു അമ്പായി അവിടെയെത്തി. യുദ്ധത്തിന്റെ ഉച്ചസ്ഥായിയിൽ ജിയൂസ്റ്റിനിയാനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചോരയിൽ കുളിച്ച അദ്ദേഹത്തെ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റുന്നത് കണ്ടതോടെ നഗരകാവൽക്കാരുടെ മനോധൈര്യം തകർന്നു. നഗരം വീഴുന്നു എന്ന നിലവിളി എവിടെ നിന്നോ ഉയർന്നു. ഇതാണ് അവസരമെന്ന് തിരിച്ചറിഞ്ഞ മെഹമ്മദ് തന്റെ വജ്രായുധത്തെ പുറത്തെടുത്തു. ജാനിസറികൾ, സുൽത്താന്റെ വിശ്വസ്തരായ ഒരേ താളത്തിൽ ചലിക്കുന്ന ആ ഭീകര സൈന്യം യുദ്ധക്കളത്തിലേക്കിറങ്ങി. അവർക്കു മുന്നിൽ തകർന്ന മതിലുകൾ ഒരു തടസ്സമായിരുന്നില്ല. ഇതിനിടയിൽ ചരിത്രം ഇന്നും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സംഭവം നടന്നു. കെർക്കോ പോർട്ട എന്നൊരു ചെറിയ വാതിൽ. മതിലിന്റെ ഒരു വശത്ത് ആരോ പൂട്ടാൻ മറന്നുപോയതോ അതോ തകർത്തതോ ആയ ആ ചെറിയ വിടവിലൂടെ ഓട്ടോമൻ പടയാളികൾ അകത്തേക്ക് നുഴഞ്ഞു കയറി. പെട്ടെന്ന് മതിലിനു മുകളിൽ ഓട്ടോമൻ പതാക ഉയർന്നു. ഉലുബത്ലി ഹസൻ എന്ന ധീരനായ പടയാളി ശരീരത്തിൽ 30ഓളം അമ്പുകൾ തറച്ചിട്ടും ആ കൊടി നാട്ടിയിട്ടേ മരിച്ചു വീണുള്ളൂ. ആ കൊടി കണ്ടതോടെ ബൈസന്റൈൻ സൈന്യം ചിതറിയോടി. പക്ഷേ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഓടിയില്ല. പരാജയമുറപ്പായ ആ നിമിഷം അദ്ദേഹം തന്റെ രാജകീയ വസ്ത്രങ്ങളും പർപ്പിൾ നിറത്തിലുള്ള മേലങ്കിയും അഴിച്ചുമാറ്റി. ഒരു സാധാരണ പടയാളിയെപ്പോലെ വാളും പിടിച്ച് ഇരച്ചുവരുന്ന ശത്രുസൈന്യത്തിനു നേരെ അദ്ദേഹം പാഞ്ഞെടുത്തു. എന്റെ തലവെട്ടാനിവിടെ ഒരു ക്രിസ്ത്യാനി പോലുമില്ലേ എന്നു ചോദിച്ചുകൊണ്ട് ശത്രുക്കളുടെ കടലിലേക്ക് അദ്ദേഹം അപ്രത്യക്ഷനായി. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ഇന്നും ആർക്കും വ്യക്തമായി അറിയില്ല. ചിലർ പറയുന്നു അദ്ദേഹം വീരമൃത്യു വരിച്ചുവെന്ന്. മറ്റു ചിലർ പറയുന്നു മാലാഖമാർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്ന്.
എന്തായാലും തന്റെ നഗരത്തോടൊപ്പം ആ ചക്രവർത്തിയും ചരിത്രമായി. ഉച്ചയോടെ യുദ്ധം അവസാനിച്ചു. 1123 വർഷം നീണ്ടുനിന്ന ബൈസന്റൈൻ സാമ്രാജ്യം അസ്തമിച്ചു. ഉസ്മാൻ ഗാസി സ്വപ്നം കണ്ട പല സുൽത്താൻമാർ മോഹിച്ച ആ ചുവന്ന ആപ്പിൾ, ദ റെഡ് ആപ്പിൾ, ഇപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈകളിലാണ്. മെഹ്മദ് സുൽത്താൻ അല്ല, ഇനി മുതൽ മെഹ്മദ് ദ കോൺകറർ, ഫാത്തിഹ് സുൽത്താൻ മെഹ്മദ്. അദ്ദേഹം തന്റെ വെള്ള കുതിരപ്പുറത്ത് കയറി നഗരത്തിലേക്ക് പ്രവേശിച്ചു. താൻ ഇത്രയും കാലം സ്വപ്നം കണ്ട നഗരം. പക്ഷേ ആ കാഴ്ച അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. തെരുവുകളിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു, കെട്ടിടങ്ങൾ തകർന്നിരിക്കുന്നു, രക്തത്തിന്റെ ഗന്ധം. വിജയത്തിന്റെ ലഹരിയിലും നാശത്തിന്റെ ഈ കാഴ്ച മെഹ്മദിന്റെ കണ്ണുകളെ നനയിച്ചു. അദ്ദേഹം നേരെ പോയത് ഹാഗിയ സോഫിയയിലേക്കാണ്. പള്ളിയുടെ വാതിലിലെത്തിയപ്പോൾ അദ്ദേഹം കുതിരപ്പുറത്തു നിന്നിറങ്ങി. നിലത്തുനിന്ന് ഒരു പിടി മണ്ണെടുത്ത് സ്വന്തം തലപ്പാവിലും തോളിലും വിതറി. അല്ലാഹുവിനു മുന്നിൽ സുൽത്താനും അടിമയും സമമാണ് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. അഹങ്കാരം വരാതിരിക്കാനുള്ള മുൻകരുതൽ. പള്ളിക്കുള്ളിൽ ഭയന്ന് വിറച്ചിരിക്കുന്ന ജനങ്ങളെ അദ്ദേഹം കണ്ടു. അവർ കൊലപാതകത്തെ ഭയന്ന് കരയുകയായിരുന്നു. മെഹ്മദ് അവരോട് കൈയുയർത്തി ശാന്തരാകാൻ പറഞ്ഞു. ഭയപ്പെടേണ്ട, നിങ്ങളുടെ ജീവനും സ്വത്തിനും വിശ്വാസത്തിനും ഞാൻ സംരക്ഷണം നൽകുന്നു. ഇനി മുതൽ ഇത് എന്റെയും നിങ്ങളുടെയും നഗരമാണ്. ഹാഗിയ സോഫിയയുടെ താഴികക്കുടത്തിന് കീഴിൽ നിന്നുകൊണ്ട് ആദ്യത്തെ ബാങ്ക് വിളി മുഴങ്ങി. നൂറ്റാണ്ടുകളായി മണിമുഴക്കം കേട്ടിരുന്ന ആ ചുമരുകൾക്കിടയിൽ അല്ലാഹു അക്ബർ എന്ന നാദം പ്രതിധ്വനിച്ചു. ഒരു യുഗം അവസാനിക്കുകയും മറ്റൊന്ന് തുടങ്ങുകയും ചെയ്ത നിമിഷം. മെഹ്മദ് ആ നഗരത്തെ നശിപ്പിക്കാനല്ല, മറിച്ച് പുനർനിർമ്മിക്കാനാണ് ആഗ്രഹിച്ചത്. കൊള്ളയടി നിർത്താൻ അദ്ദേഹം കർശനമായി ഉത്തരവിട്ടു. നഗരം വിട്ടുപോയവരെ തിരിച്ചു വിളിച്ചു. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിംകൾക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോക നഗരമായി, കോസ്മോപോളിറ്റൻ സിറ്റിയായി ഇസ്താംബൂളിനെ മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത് മാറി ഇസ്താംബൂൾ എന്ന പേര് പതിയെ പ്രചാരത്തിൽ വന്നു. ഇസ്ലാം ബോൾ, ഇസ്ലാം നിറഞ്ഞത് എന്ന വാക്കിൽ നിന്നാണ് അത് വന്നതെന്നും, അതല്ല ഈസ്തിൻ പോലിൻ, നഗരത്തിലേക്ക് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നതെന്നും പറയപ്പെടുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ തകർന്ന കൊട്ടാരത്തിലൂടെ നടക്കുമ്പോൾ മെഹ്മദ് ഒരു പേർഷ്യൻ കവിത മന്ത്രിച്ചുവത്രേ. ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൽ ചിലന്തികൾ വലനേയുന്നു, അഫ്രാസിയാബിന്റെ ഗോപുരങ്ങളിൽ മൂങ്ങകൾ കാവൽ നിൽക്കുന്നു. അധികാരത്തിന്റെ നശ്വരതയെക്കുറിച്ച് 21 വയസ്സിൽ തന്നെ ആ യുവാവിന് ആഴത്തിലുള്ള ബോധ്യമുണ്ടായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വീഴ്ചയോടെ മധ്യകാലഘട്ടം അവസാനിച്ചു. യൂറോപ്പിൽ നിന്ന് പല പണ്ഡിതന്മാരും ഇറ്റലിയിലേക്കും മറ്റും പലായനം ചെയ്തു. അവർ തങ്ങളുടെ കൂടെ ഗ്രീക്ക് പുസ്തകങ്ങളും അറിവുകളും കൊണ്ടുപോയി. ഈ അറിവുകളാണ് പിന്നീട് യൂറോപ്പിൽ നവോത്ഥാനമുണ്ടാകാൻ കാരണമായത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതുകൊണ്ട് ഇസ്താംബുളിന്റെ വീഴ്ച യഥാർത്ഥത്തിൽ ആധുനിക ലോകത്തിന്റെ ഉദയമായിരുന്നു. പക്ഷേ മെഹ്മദിന്റെ വിശപ്പ് അവിടെയും അടങ്ങിയില്ല. കോൺസ്റ്റാന്റിനോപ്പിൾ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. അവന് റോം വേണമായിരുന്നു. ലോകം മുഴുവൻ ഒരൊറ്റ സുൽത്താന്റെ കീഴിൽ വരണം എന്നവൻ ആഗ്രഹിച്ചു. തന്റെ ജീവിതകാലം മുഴുവൻ അവൻ കുതിരപ്പുറത്തായിരുന്നു. ബാൽക്കൻ മലനിരകൾ മുതൽ കരിങ്കടലിന്റെ തീരങ്ങൾ വരെ ഓട്ടോമൻ പതാക പറന്നു. വ്ളാഡ് ദ ഇംപേലർ എന്ന ക്രൂരനായ ശത്രുവിനെ വരെ മെഹ്മദ് നേരിട്ടു. 30 വർഷത്തോളം നീണ്ട ഭരണത്തിനൊടുവിൽ മെഹ്മദ് വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു. ഇത്തവണ ലക്ഷ്യമെങ്ങോട്ടാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ചിലർ പറഞ്ഞു ഈജിപ്തിലേക്ക്, മറ്റു ചിലർ പറഞ്ഞു ഇറ്റലിയിലേക്ക്. സൈന്യം നീങ്ങിത്തുടങ്ങി. പക്ഷേ യാത്രയ്ക്കിടയിൽ സുൽത്താൻ പെട്ടെന്ന് രോഗബാധിതനായി. വയറുവേദന കൊണ്ട് അദ്ദേഹം പുളഞ്ഞു. വിഷം നൽകപ്പെട്ടതാണോ അതോ അമിതമായ അധ്വാനം ശരീരം തളർത്തിയതാണോ? മാർച്ച് 3, 1481 ഉച്ചകഴിഞ്ഞ സമയം. 49 വയസ്സിൽ ലോകം വിറപ്പിച്ച ആ സുൽത്താൻ ഒരു സാധാരണ കൂടാരത്തിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. എന്റെ അവസാനത്തെ ലക്ഷ്യം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നായിരിക്കാം അദ്ദേഹത്തിന്റെ അവസാന ചിന്ത. മെഹ്മദ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ യൂറോപ്പിലെ പള്ളികളിൽ ആശ്വാസത്തിന്റെ മണികൾ മുഴങ്ങി. ആ വലിയ പരുന്ത് ചിറകൊടിഞ്ഞു വീണു എന്ന് വെനീസ് നഗരത്തിലെ ദൂതൻ എഴുതി. പക്ഷേ മെഹ്മദ് പടുത്തുയർത്തിയ അടിത്തറ വളരെ ശക്തമായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യം ഇനി വളർച്ചയുടെ ഉന്നതിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ മെഹ്മദിന്റെ മരണം കൊട്ടാരത്തിൽ വീണ്ടും അധികാരതർക്കങ്ങൾക്ക് വഴി തുറന്നു. 2 മക്കൾ,
ബയസീദ് രണ്ടാമനും ജം സുൽത്താനും. ഒരാൾ സമാധാനമാഗ്രഹിക്കുന്നവൻ, മറ്റേയാൾ സാഹസികൻ. ഇനിയാണ് കഥയുടെ ഗതി മാറുന്നത്. ഓട്ടോമൻ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ, ഒരൽപ്പം സിനിമാറ്റിക്കായ ഒരധ്യായം വരുന്നു. സ്വന്തം സഹോദരനെ പേടിച്ച് റോമിലെ മാർപ്പാപ്പയുടെ അടുക്കൽ വരെ അഭയം തേടേണ്ടി വന്ന ഒരു ഓട്ടോമൻ രാജകുമാരന്റെ കഥ. അധികാരത്തിനു വേണ്ടി രക്തബന്ധങ്ങൾ വീണ്ടും പരീക്ഷിക്കപ്പെടുന്ന കാലം. സാമ്രാജ്യം അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക്, ഗോൾഡൻ ഏജ്, കടക്കുന്നതിന് തൊട്ടുമുമ്പ് നടന്ന ആ നാടകീയമായ സംഭവങ്ങൾ എന്തൊക്കെയാണ്? മരണത്തിന്റെ തണുത്ത നിഴൽ വീണുകിടക്കുന്ന ഇസ്താംബൂൾ. മഹാനായ കഴുകൻ എന്ന് ലോകം വിശേഷിപ്പിച്ച മെഹ്മദ് സുൽത്താന്റെ മരണം കൊട്ടാരത്തിനുള്ളിൽ അതീവ രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു. സുൽത്താൻ മരിച്ചുവെന്ന് സൈന്യമറിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് വസീർമാർക്ക് ഭയമായിരുന്നു. പക്ഷേ രഹസ്യങ്ങൾ അധികകാലം മൂടിവയ്ക്കാൻ കഴിയില്ലല്ലോ. ജാനിസറികൾ ആ വാർത്ത മണത്തെറിഞ്ഞു. അവർ തെരുവിലിറങ്ങി, കൊട്ടാരത്തിന്റെ വാതിലുകൾ തകർത്തു. സുൽത്താന്റെ മരണം മറച്ചുവയ്ക്കാൻ ശ്രമിച്ച ഗ്രാൻഡ് വസീറിനെ അവർ വെട്ടിക്കൊലപ്പെടുത്തി. ഇനി ആരാണ് അടുത്ത സുൽത്താൻ? 2 പേരുകളായിരുന്നു അന്തരീക്ഷത്തിൽ മുഴങ്ങിയിരുന്നത്: ബയസീദും ജം സുൽത്താനും. ബയസീദ് II ആൻഡ് ജം സുൽത്താൻ. 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന സഹോദരങ്ങൾ. ബയസീദ് ശാന്തനായിരുന്നു, മതഭക്തനായിരുന്നു, യുദ്ധങ്ങളെക്കാൾ കൂടുതൽ സമാധാനത്തെ സ്നേഹിച്ചവൻ. എന്നാൽ ജം സുൽത്താൻ പിതാവ് മെഹ്മദിനെപ്പോലെ തന്നെയായിരുന്നു. ധീരൻ, കവി, യുദ്ധക്കൊതിയുള്ളവൻ, ജനങ്ങളുടെ പ്രിയപ്പെട്ടവൻ. 2 പേരും തലസ്ഥാനത്തേക്ക് കുതിച്ചു. ആരാണോ ആദ്യം ഇസ്താംബൂളിലെത്തി അധികാരം സ്ഥാപിക്കുന്നത് അവനാകും സുൽത്താൻ. അതായിരുന്നു അന്നത്തെ നിയമം. വിധിയുടെ കളി നോക്കൂ. ജം സുൽത്താന്റെ യാത്ര തടസ്സപ്പെട്ടു. ബയസീദ് ആദ്യം ഇസ്താംബൂളിലെത്തി. ജാനിസറികൾക്ക് ബയസീദിനെയായിരുന്നു താൽപ്പര്യം. കാരണം കർക്കശക്കാരനായ ജം അധികാരത്തിൽ വന്നാൽ പിതാവിനെപ്പോലെ യുദ്ധം ചെയ്യിപ്പിക്കുമെന്ന് അവർ ഭയന്നു. അവർ ബയസീദിന് പിന്തുണ പ്രഖ്യാപിച്ചു. തോറ്റുപോയ ജം സുൽത്താൻ ഒരു ദൂതനെ സഹോദരന്റെ അടുത്തേക്ക് അയച്ചു. നമുക്ക് സാമ്രാജ്യം വീതിക്കാം. അനറ്റോളിയ ഞാൻ ഭരിക്കാം, യൂറോപ്പ് നീ ഭരിച്ചോളൂ. ബയസീദിന്റെ മറുപടി ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ വാചകങ്ങളിലൊന്നാണ്. സാമ്രാജ്യം എന്നതൊരു മണവാട്ടിയാണ്, അവൾക്ക് 2 ഭർത്താക്കന്മാരുണ്ടാകാൻ കഴിയില്ല. അങ്ങനെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷെ ഇത്തവണ ഭാഗ്യം ജം സുൽത്താന്റെ കൂടെയായിരുന്നില്ല. യുദ്ധത്തിൽ പരാജയപ്പെട്ട ജം പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയത് കിഴക്കോട്ടല്ല, മറിച്ച് പടിഞ്ഞാറോട്ടായിരുന്നു. റോഡ്സ് ദ്വീപിലെ ക്രിസ്ത്യൻ പോരാളികളായ നൈറ്റ്സ് ഓഫ് സെയിന്റ് ജോൺ എന്ന ശത്രുക്കളുടെ അടുത്തേക്ക്. ഒരു ഓട്ടോമൻ രാജകുമാരൻ ശത്രുക്കളുടെ കപ്പലിൽ അഭയം തേടുന്നു. അതൊരു വലിയ പിഴവായിരുന്നു. തിരിച്ചുവരാവില്ലാത്ത ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. നൈറ്റ്സ് അദ്ദേഹത്തെ രാജകീയമായി സ്വീകരിച്ചു. പക്ഷേ ആ സ്വീകരണം ഒരു കെണിയായിരുന്നു. ജം സുൽത്താൻ കരുതിയത് അവർ തന്നെ സഹായിക്കുമെന്നും തിരിച്ചുപോയി അധികാരം പിടിക്കാമെന്നുമാണ്. എന്നാൽ അവർ അദ്ദേഹത്തെ ഒരു വിലപേശൽ വസ്തുവാക്കി മാറ്റി. അവർ ബയസീദ് സുൽത്താന് കത്തയച്ചു. നിങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. വർഷാവർഷം ഞങ്ങൾക്ക് സ്വർണം തന്നാൽ അവനെ ഞങ്ങൾ തുറന്നുവിടാതെ നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകം വിറപ്പിക്കുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുൽത്താൻ സ്വന്തം സഹോദരനെ തടവിലിടാൻ ശത്രുക്കൾക്ക് കപ്പ കൊടുക്കേണ്ടി വരുന്ന ഗതികേട്. ബയസീദ് അത് സമ്മതിച്ചു. കാരണം ജം പുറത്തിറങ്ങിയാൽ വീണ്ടും ആഭ്യന്തര യുദ്ധമുണ്ടാകും. അങ്ങനെ ജം സുൽത്താൻ ഒരു സ്വർണ്ണക്കൂടിലെ പക്ഷിയായി. റോഡ്സിൽ നിന്ന് ഫ്രാൻസിലേക്കും അവിടെ നിന്ന് റോമിലേക്കും അദ്ദേഹത്തെ മാറ്റി മാറ്റി പാർപ്പിച്ചു. 13 വർഷം, നീണ്ട 13 വർഷം ജം സുൽത്താൻ യൂറോപ്പിലെ കൊട്ടാരങ്ങളിൽ തടവുകാരനായി ജീവിച്ചു. അദ്ദേഹത്തിന്റെ കവിതകൾ ഇന്നും വായിച്ചാൽ കണ്ണു നിറയും. സ്വന്തം നാടും വീടും കാണാനാകാതെ അന്യമതസ്ഥരുടെ ഇടയിൽ തന്റെ ശത്രുക്കളായവർ നൽകുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു രാജകുമാരന്റെ നൊമ്പരം. ഒരു റോസാപ്പൂവ് വിരിയുന്നത് കാണുമ്പോൾ ഞാനെന്റെ ഇസ്താംബൂളിനെ ഓർക്കുന്നു എന്ന് അദ്ദേഹം എഴുതി. റോമിൽ വെച്ച് മാർപ്പാപ്പ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഓട്ടോമൻ സാമ്രാജ്യം പിടിച്ചുതരാം എന്ന് വാഗ്ദാനം ചെയ്തു. ജം സുൽത്താൻ തലയുയർത്തി പറഞ്ഞു, ലോകം മുഴുവൻ തന്നാലും ഞാൻ എൻ്റെ വിശ്വാസം മാറ്റില്ല. ഒടുവിൽ 1495 നേപ്പിൾസിൽ വെച്ച് ജം സുൽത്താൻ ദുരൂഹമായി മരണപ്പെട്ടു. വിഷം നൽകപ്പെട്ടതാണെന്നും
അതല്ല ക്ഷൗരക്കത്തിയിൽ വിഷം പുരട്ടി കൊലപ്പെടുത്തിയതാണെന്നും പറയപ്പെടുന്നു. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം അവസാനമായി പറഞ്ഞതിതാണ്: "എന്റെ സഹോദരൻ ബയസീദിനോട് പറയൂ, ഈ ക്രൂരതയ്ക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ ഉത്തരം പറയേണ്ടി വരുമെന്ന്." ജം സുൽത്താന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ മാത്രമാണ് ബയസീദിന് സമാധാനമായത്. തന്റെ സിംഹാസനത്തിന് ഇനി ഇളക്കമില്ല. ബയസീദ് രണ്ടാമൻ. ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത് ബയസീദ് ദ ജസ്റ്റ്, നീതിമാൻ എന്നും സൂഫി സുൽത്താൻ എന്നുമാണ്. പിതാവ് മെഹമ്മദിനെപ്പോലെ ഒരു യുദ്ധപ്രഭുവായിരുന്നില്ല അദ്ദേഹം. ശാന്തമായ ജീവിതമായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ ബയസീദിന്റെ ഭരണകാലത്ത് ലോകചരിത്രത്തിൽ മറ്റൊരു വലിയ സംഭവം നടന്നു. 1492 സ്പെയിനിൽ നിന്ന് ക്രിസ്ത്യൻ ഭരണാധികാരികൾ ജൂതന്മാരെയും മുസ്ലിങ്ങളെയും പുറത്താക്കി. വീടില്ലാതെ പോകാനിടമില്ലാതെ അലഞ്ഞ ലക്ഷക്കണക്കിന് ജൂതന്മാർക്ക് ബയസീദ് അഭയം നൽകി. അദ്ദേഹം തന്റെ നാവികസേനയെ അഴിച്ച് അവരെ സുരക്ഷിതമായി ഓട്ടോമൻ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. സ്പെയിനിലെ രാജാവ് വിഡ്ഢിയാണ്. അവൻ സ്വന്തം രാജ്യത്തെ ദരിദ്രനാക്കി എന്റെ രാജ്യത്തെ സമ്പന്നനാക്കിയിരിക്കുന്നു എന്നാണ് ബയസീദ് അന്നു പറഞ്ഞത്. ആ ജൂതന്മാരാണ് പിന്നീട് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ അച്ചടിവിദ്യയും പുതിയ വ്യാപാര രീതികളും കൊണ്ടുവന്നത്. വർഷങ്ങൾ കടന്നുപോയി. ബയസീദ് വയസ്സായി. സാമ്രാജ്യം പുറമേ ശാന്തമായിരുന്നുവെങ്കിലും ഉള്ളിൽ അതൃപ്തി പുകയുന്നുണ്ടായിരുന്നു. ജാനിസറികൾക്ക് യുദ്ധം വേണമായിരുന്നു. അവർക്ക് കൊള്ളമുതൽ വേണമായിരുന്നു. ശാന്തനായ സുൽത്താനെ അവർക്ക് മടുത്തു തുടങ്ങിയിരുന്നു. അതേസമയം കിഴക്കൻ അതിർത്തിയിൽ ഷിയാ വിഭാഗത്തിൽപ്പെട്ട സഫവിദ് സാമ്രാജ്യം, സഫവിദ് എംപയർ ശക്തി പ്രാപിക്കുന്നുണ്ടായിരുന്നു. ഷാ ഇസ്മായിൽ എന്ന യുവരാജാവ് ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ വെല്ലുവിളി ഉയർത്തി. ബയസീദ് ഇതിനോട് കാര്യമായി പ്രതികരിച്ചില്ല. അദ്ദേഹം സമാധാനം ആഗ്രഹിച്ചു. പക്ഷേ ബയസീദിന്റെ മക്കളിലൊരാൾ, ആരും കാര്യമായി ശ്രദ്ധിക്കാതിരുന്ന എന്നാൽ ഉള്ളിൽ തീപ്പൊരിയുമായി നടന്നിരുന്ന ഒരു മകൻ, സെലിം. അവൻ ട്രബ്സോൺ എന്ന പ്രദേശത്തെ ഗവർണറായിരുന്നു. തന്റെ പിതാവിന്റെ മെല്ലപ്പോക്ക് നയം സെലിമിനിഷ്ടപ്പെട്ടില്ല. വാളെടുക്കാത്ത സുൽത്താൻ രാജ്യത്തിന് ഭാരമാണ് എന്നവൻ വിശ്വസിച്ചു. സെലിം ഒരു സാധാരണ രാജകുമാരനായിരുന്നില്ല. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു, അതേസമയം അപാരമായ ബുദ്ധിശക്തിയും. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം അയൽരാജ്യങ്ങളെ ആക്രമിച്ച് വിജയം നേടി. ഇതറിഞ്ഞ ബയസീദ് മകനെ ശാസിച്ചു. പക്ഷേ സെലിം അടങ്ങിയിരുന്നില്ല. അവൻ നേരെ ഇസ്താംബുളിലേക്ക് മാർച്ച് ചെയ്തു. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ അവൻ തീരുമാനിച്ചു: സ്വന്തം പിതാവിനെതിരെ പട നയിക്കുക. ആദ്യത്തെ ശ്രമത്തിൽ സെലിം പരാജയപ്പെട്ടു. അവൻ ഓടിപ്പോകേണ്ടി വന്നു. പക്ഷേ അവന് സൈന്യത്തിനുള്ളിലെ പിന്തുണ അറിയാമായിരുന്നു. ജാനിസറികൾക്ക് വേണ്ടത് സെലീമിനെപ്പോലൊരു പരുക്കൻ നേതാവിനെയാണ്. അവർ സുൽത്താൻ ബയസീദിന്റെ കൊട്ടാരത്തിന് മുന്നിൽ തനിച്ചുകൂടി. അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചു: "ഞങ്ങൾക്ക് വേണ്ടത് സുൽത്താൻ സെലിമിനെയാണ്." വയസ്സായ ബയസീദ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. സ്വന്തം സൈന്യം, താൻ അന്നം കൊടുത്തു വളർത്തിയവർ, തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. തന്റെ മകൻ വാളുമായി നിൽക്കുന്നു. ആ കാഴ്ച അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. "എനിക്ക് വിശ്രമിക്കണം," ബയസീദ് പറഞ്ഞു. അദ്ദേഹം അധികാരമൊഴിയാൻ തയ്യാറായി. അങ്ങനെ 1512 ചരിത്രത്തിലാദ്യമായി ഒരു ഓട്ടോമൻ സുൽത്താൻ മകന്റെ നിർബന്ധത്തിനു വഴങ്ങി സിംഹാസനമൊഴിഞ്ഞുകൊടുത്തു. ബയസീദ് തന്റെ ജന്മനാടിലേക്ക് വിശ്രമജീവിതത്തിനായി യാത്ര തിരിച്ചു. പക്ഷേ ആ യാത്ര പൂർത്തിയായില്ല. നഗരം വിട്ട് അധികം ദൂരം പോകുന്നതിനു മുൻപ് വഴിമധ്യേ അദ്ദേഹം മരണപ്പെട്ടു. അത് സ്വാഭാവിക മരണമായിരുന്നോ, അതോ അധികാരമേറ്റ മകൻ സെലിം പിതാവ് തിരിച്ചുവരുമെന്ന് ഭയന്ന് വിഷം കൊടുത്തതാണോ? ആ രഹസ്യം ചരിത്രത്തിന്റെ മണ്ണിൽ അലിഞ്ഞുചേർന്നു. ഇനി സിംഹാസനത്തിലിരിക്കുന്നത് യാവൂസ് സുൽത്താൻ സെലിം, സെലിം ദ ഗ്രിം ആണ്. ഭീകരനായ സെലിം, ധീരനായ സെലിം എന്നും അർത്ഥം വരുന്ന പേര്. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ഒരു ഗൗരവമുണ്ടായിരുന്നു. ചിരിക്കാത്ത സുൽത്താൻ. അധികാരമേറ്റ ഉടനെ അദ്ദേഹം ചെയ്തത് ചോര മരവിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. തനിക്ക് വെല്ലുവിളിയായേക്കാവുന്ന സ്വന്തം സഹോദരന്മാരായ അഹമ്മദിനെയും കോർക്കുട്ടിയെയും അദ്ദേഹം വധിച്ചു. അവരുടെ മക്കളെയും വെറുതെ വിട്ടില്ല. അതിലും ഭീകരമായത്, പിന്നീടൊരു പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി സ്വന്തം മക്കളെപ്പോലും, സുലൈമാൻ ഒഴികെയുള്ള എല്ലാ ആൺമക്കളെയും അദ്ദേഹം വധിച്ചു. ഒരു സാമ്രാജ്യം നിലനിൽക്കാൻ ഇതത്യാവശ്യമാണ് എന്നായിരുന്നു സെലിമിന്റെ ന്യായം. സെലിം അധികാരത്തിലിരുന്നത് വെറും 8 വർഷമാണ്. പക്ഷേ ആ 8 വർഷം കൊണ്ട് അദ്ദേഹം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭൂപടം മാറ്റിമറിച്ചു. അതുവരെ യൂറോപ്പിലേക്ക് മാത്രം നോക്കിയിരുന്ന ഓട്ടോമൻ കണ്ണുകൾ
അദ്ദേഹം കിഴക്കോട്ട് തിരിച്ചു. പേർഷ്യയും ഈജിപ്തും സിറിയയും അറേബ്യയും മരുഭൂമികൾ താണ്ടി സെലിമിന്റെ കുതിരകൾ പാഞ്ഞു. ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ ഒരു വലിയ യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. കൈറോയിലെ മംലൂക്ക് സാമ്രാജ്യവും ഓട്ടോമൻ സാമ്രാജ്യവും തമ്മിലുള്ള വമ്പൻ പോരാട്ടം. ആ യുദ്ധത്തിന്റെ ഫലം വെറുമൊരു സ്ഥലമാറ്റമായിരുന്നില്ല. അത് പ്രവാചകന്റെ പവിത്രമായ സ്ഥാനമാനങ്ങൾ, ഖലീഫ എന്ന പദവി ഓട്ടോമൻ സുൽത്താൻമാർക്ക് ലഭിക്കാൻ കാരണമായി. ഒരു സാധാരണ തുർക്ക് ഗോത്രത്തലവനിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഖലീഫയിലേക്കുള്ള ആ മാറ്റം, മക്കയും മദീനയും ഓട്ടോമൻ പതാകയ്ക്ക് കീഴിലായ ആ ചരിത്രമുഹൂർത്തം. മരുഭൂമിയിലെ ചൂടിൽ തോക്കുകളും പീരങ്കികളും വാളുകളും ഏറ്റുമുട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? സെലിം എങ്ങനെയാണ് ഖലീഫയായത്? രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന എന്നാൽ ഭക്തിയുടെ നിറവുള്ള ആ അധ്യായം നമുക്കടുത്ത ഭാഗത്തിൽ കാണാം. യൂറോപ്പിന്റെ മഞ്ഞുവീഴുന്ന മലനിരകളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ഇനി തിരിയുന്നത് കിഴക്കിന്റെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പുകളിലേക്കാണ്. സുൽത്താൻ സെലിം, യാവോസ് എന്ന് ചരിത്രം വിളിച്ച ആ മനുഷ്യൻ വെറുമൊരു ഭരണാധികാരിയായിരുന്നില്ല. നടന്നുതീർത്ത വഴികളിലെല്ലാം തീ പടർത്തുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു. അനറ്റോലിയയുടെ കിഴക്കൻ അതിർത്തികളിൽ അന്ന് മറ്റൊരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഷാ ഇസ്മായിൽ, പേർഷ്യയിലെ സഫാവിദ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. വെറുമൊരു രാജാവായിരുന്നില്ല ഇസ്മായിൽ. തന്റെ അനുയായികൾക്ക് അയാൾ ദൈവതുല്യനായിരുന്നു. അയാളുടെ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. ഒറ്റോമൻ സാമ്രാജ്യത്തിനുള്ളിലെ ഷിയ വിശ്വാസികളെ ഇസ്മായിൽ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോൾ സെലിം അത് തനിക്കുള്ള മരണമണിയായി കണ്ടു. 2 വാളുകൾക്ക് ഒരേ ഉറയിൽ കഴിയാനാവില്ല എന്ന സെലിമിന്റെ തത്വം ഇവിടെയും പ്രവർത്തിച്ചു. 1514 സെലിം തന്റെ വമ്പൻ സൈന്യവുമായി കിഴക്കോട്ട് നടന്നു. ലക്ഷ്യം ചാൽദിരാൻ. ആ യാത്ര കഠിനമായിരുന്നു. സൈനികർ മുറുമുറുത്തു. നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഭക്ഷണമില്ല, വെള്ളമില്ല. ചിലർ തിരിച്ചുപോകാൻ ആഹ്വാനം ചെയ്തു. സെലിം തന്റെ കുതിരയെ തിരിച്ചിട്ട് സൈന്യത്തിനു നേരെ ഗർജിച്ചു. ഭീരുക്കൾക്ക് തിരിച്ചുപോകാം, ഞാൻ ഒറ്റയ്ക്ക് പോരാടും. ആ വാക്കുകൾക്ക് മുന്നിൽ സൈന്യം നിശബ്ദമായി. സുൽത്താന്റെ നിഴൽ പോലെ അവർ അനുഗമിച്ചു. ചാൽദിരാനിലെ സമതലത്തിൽ വെച്ച് 2 സൈന്യങ്ങളും ഏറ്റുമുട്ടി. ഒരു കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ കുതിരപ്പടയായിരുന്നു ഷാ ഇസ്മായിലിൻ്റേത്. അവർക്ക് മരണഭയമില്ലായിരുന്നു. ഞങ്ങളുടെ ഷാ തോൽക്കില്ല എന്നവർ വിശ്വസിച്ചു. എന്നാൽ സെലിമിന് മറ്റൊരു കൂട്ടുകാരുണ്ടായിരുന്നു, പീരങ്കികൾ. സഫാവിദ് കുതിരപ്പട ഇരച്ചു വരുമ്പോൾ സെലിം തന്റെ സൈന്യത്തെ വകഞ്ഞുമാറ്റി പിന്നിൽ നിരത്തിവച്ചിരുന്ന 100 കണക്കിന് പീരങ്കികൾക്ക് തീ കൊടുത്തു. ഭൂമി കുലുങ്ങി. വെടിമരുന്നിന്റെ പുകയിൽ ഷാ ഇസ്മായിലിന്റെ കുതിരപ്പട ചിതറിയോടി. പരമ്പരാഗതമായ ധൈര്യവും ആധുനിക സാങ്കേതികവിദ്യയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത്. അതിൽ സാങ്കേതികവിദ്യ ജയിച്ചു. ഷാ ഇസ്മായിൽ പരിക്കേറ്റ് യുദ്ധക്കളത്തിൽ നിന്നോടിപ്പോയി. തന്റെ വമ്പൻ നിധികളും എന്തിന് സ്വന്തം ഭാര്യയെപ്പോലും ഉപേക്ഷിച്ചാണ് അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. ചാൽദിരാനിലെ വിജയം വെറുമൊരു ജയമായിരുന്നില്ല. അതോടെ ഒറ്റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തികൾ സുരക്ഷിതമായി. പക്ഷേ സെലിമിന്റെ വിശപ്പ് അവിടെയും അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തെക്കോട്ട് തിരിഞ്ഞു. പുരാതനമായ ഈജിപ്ത്. അവിടെ മംലൂക്ക് സാമ്രാജ്യം ഭരിക്കുന്നു. ഇസ്ലാമിക ലോകത്തിന്റെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവർ. മക്കയും മദീനയും ജെറൂസലേമും അവരുടെ കൈകളിലാണ്. ഒരു കാലിൽ 2 പാദരക്ഷകൾ ഇടാനാവില്ല, സെലിം പറഞ്ഞു. ഇസ്ലാമിക ലോകത്തിന് ഒരേയൊരു നേതാവ് മതി. അത് ഒറ്റോമൻ സുൽത്താനായിരിക്കണം. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ സൈനിക നീക്കം ആരംഭിച്ചു. സിനായി മരുഭൂമി മുറിച്ചു കടക്കുക. പക്ഷികൾ പോലും പറക്കാൻ മടിക്കുന്ന വെള്ളമില്ലാത്ത ചുട്ടുപൊള്ളുന്ന മണൽക്കാട്. ചരിത്രത്തിൽ അതുവരെ ഒരു സൈന്യവും ആ മരുഭൂമി വിജയകരമായി മുറിച്ചു കടന്നിട്ടില്ല. അലക്സാണ്ടർ ചക്രവർത്തി പോലും മടിച്ചുനിന്ന വഴി. പക്ഷേ സെലിം തന്റെ സൈന്യവുമായി അതിലേക്കിറങ്ങി. ഇവിടെ ഒരു ഐതിഹ്യമുണ്ട്. ഇന്നും തുർക്കിയിലെ പഴയ തലമുറ അത് വിശ്വസിക്കുന്നു. മരുഭൂമിയിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്ന സെലിം പെട്ടെന്ന് കുതിരപ്പുറത്തു നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. സൈന്യാധിപൻ ചോദിച്ചു, സുൽത്താനെ, അങ്ങെന്തിനാണ് ഈ കൊടും ചൂടിൽ നടക്കുന്നത്? കുതിരപ്പുറത്ത് കയറാലോ. സെലിം മറുപടി പറഞ്ഞു, നമുക്ക് മുന്നിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാണ് കുതിരപ്പുറത്തിരിക്കുക? അത് സത്യമാണോ അതോ ഭാവനയാണോ എന്നറിയില്ല. പക്ഷേ ആ വിശ്വാസം സൈന്യത്തിന് നൽകിയ ഊർജം ചെറുതല്ല. 13 ദിവസം കൊണ്ട് അവർ മരുഭൂമി താണ്ടി. ഈജിപ്തിലെ മംലൂക്ക് സുൽത്താൻ ഇതറിഞ്ഞ് ഞെട്ടിപ്പോയി. മരുഭൂമി താണ്ടി വന്ന ഒറ്റോമൻ സൈന്യം ക്ഷീണിച്ചുണ്ടാകുമെന്ന് കണക്കുകൂട്ടി. പക്ഷേ സെലിമിന്റെ സൈന്യം ഒരു കൊടുങ്കാറ്റുപോലെ കെയ്റോയുടെ കവാടങ്ങളിലെത്തി. റിദാനിയ യുദ്ധം. മംലൂക്കുകൾ ശക്തരായിരുന്നു. എന്നാൽ സെലിമിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കെയ്റോ വീണു. അവസാനത്തെ മംലൂക്ക് സുൽത്താൻ തുമൻബെ ധീരമായി പൊരുതി. ഒടുവിൽ നഗരകവാടത്തിൽ തൂക്കിലേറ്റപ്പെട്ടു.
ഈജിപ്ത് കീഴടക്കിയതോടെ സംഭവിച്ചത് വെറുമൊരു രാജ്യത്തിന്റെ കൈമാറ്റമല്ല, മറിച്ച് ഒരു ചരിത്ര നിയോഗത്തിന്റെ പൂർത്തീകരണമാണ്. മക്കയിലെയും മദീനയിലെയും ഭരണാധികാരിയായ ഷെരീഫ് കാബയുടെ താക്കോലുകൾ സെലിമിന് സമർപ്പിച്ചു. അതുവരെ ഓട്ടോമൻ സുൽത്താൻമാർ വെറും സുൽത്താൻ മാത്രമായിരുന്നു. എന്നാൽ ആ നിമിഷം മുതൽ അവർ ഖലീഫ അഥവാ കാലിഫ് ആയി മാറി, പ്രവാചകന്റെ പിൻഗാമി, ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ്. ഇസ്താംബുളിലെ തോപ്കാപ്പി കൊട്ടാരത്തിലേക്ക് വിശുദ്ധമായ തിരുശേഷിപ്പുകൾ കൊണ്ടുവന്നു. പ്രവാചകന്റെ വാൾ, വസ്ത്രം, പല്ല്, കത്തുകൾ അവ ഇന്നും അവിടെ അതീവ സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്നുമുതൽ അടുത്ത 400 വർഷക്കാലം തോപ്കാപ്പി കൊട്ടാരത്തിൽ 24 മണിക്കൂറും ഖുർആൻ പാരായണം മുടങ്ങിയിട്ടില്ല. ഇന്നും അത് തുടരുന്നു. സെലിം സ്വയം വിശേഷിപ്പിച്ചത് ഹാക്കിമുൽ ഹറമൈൻ അഥവാ വിശുദ്ധ നഗരങ്ങളുടെ ഭരണാധികാരി എന്നല്ല, മറിച്ച് ഖാദിമുൽ ഹറമൈൻ അഥവാ വിശുദ്ധ നഗരങ്ങളുടെ സേവകൻ എന്നാണ്. ആ വിജയത്തിനു ശേഷം സെലിം ഏറെക്കാലം ഈജിപ്തിൽ തങ്ങിയില്ല. ഖജനാവ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. സാമ്രാജ്യത്തിന്റെ വിസ്തൃതി 3 ഇരട്ടിയായി വർദ്ധിച്ചു. തിരിച്ച് ഇസ്താംബുളിലെത്തിയ സെലിം വീണ്ടും പടിഞ്ഞാറേക്ക് ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു. റോഡ്സ് ദ്വീപ് കീഴടക്കണം, തന്റെ പൂർവികർക്ക് കഴിയാത്തത് നേടണം. പക്ഷേ മനുഷ്യനൊന്ന് ആഗ്രഹിക്കുമ്പോൾ വിധി മറ്റൊന്നാണ് തീരുമാനിക്കുന്നത്. 1520-ൽ എഡിർനയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ സെലിമിന് പുറത്ത് ചെറിയൊരു കുരു പ്രത്യക്ഷപ്പെട്ടു. ഭിഷഗ്വരന്മാർ അത് നിസ്സാരമായി കണ്ടു. പക്ഷേ അത് വലുതായി, പഴുത്തു തുടങ്ങി. ക്യാൻസറായിരുന്നോ അതോ പ്ലേഗായിരുന്നോ എന്ന് വ്യക്തമല്ല. ലയൺസ് ക്ലോ എന്നാണ് ചരിത്രകാരന്മാർ ആ രോഗത്തെ വിളിച്ചത്. വേദന കൊണ്ട് പുളയുമ്പോഴും സെലിം ഭരണം തുടർന്നു. പക്ഷേ മരണം അരികിലെത്തിയിരുന്നു. തന്റെ വിശ്വസ്തനായ സുഹൃത്ത് ഹസൻ ജാൻ അരികിലിരുന്നു. സെലിം ചോദിച്ചു, ഹസൻ, നമ്മൾ എത്താറായോ? ഹസൻ മറുപടി പറഞ്ഞു, സുൽത്താനെ, നമ്മൾ ദൈവത്തോട് അടുക്കാറായി. ലോകത്തെ വിറപ്പിച്ച യാവൂസ് സുൽത്താൻ സെലിം തന്റെ 50-ാം വയസ്സിൽ വെറും 8 വർഷത്തെ ഭരണത്തിനു ശേഷം ഇഡിർനയിലെ ഒരു കൂടാരത്തിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. സ്വന്തം പിതാവിനെ തോൽപ്പിച്ച അതേ മണ്ണിൽ വെച്ച് അതേ വിധി അദ്ദേഹത്തെയും വേട്ടയാടി. സെലിമിന്റെ മരണം ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മറ്റൊരു ഭരണാധികാരിയില്ല. അദ്ദേഹം ഖജനാവ് എത്രത്തോളം നിറച്ചുവെന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശേഷം വരുന്നവരാരെങ്കിലും ഈ ഖജനാവ് സ്വർണം കൊണ്ട് നിറച്ചാൽ അവരവരുടെ മുദ്ര ഉപയോഗിക്കട്ടെ. അതുവരെ എന്റെ മുദ്ര തന്നെയായിരിക്കും ഖജനാവിന്റെ പൂട്ടിന്മേൽ. പിന്നീട് വന്ന ഒരു സുൽത്താനും ആ ഖജനാവ് നിറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് സാമ്രാജ്യം അവസാനിക്കുന്നതുവരെ സെലിമിന്റെ മുദ്ര തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സെലിം തോയി. ഇനി വേദിയിൽ ഒരാൾ മാത്രം. സെലിം തന്റെ ക്രൂരതയിലൂടെ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട്. അദ്ദേഹം മറ്റു മക്കളെയെല്ലാം വധിച്ചിരുന്നു. അതുകൊണ്ട് സിംഹാസനത്തിന് ഒരേ ഒരു അവകാശി മാത്രം. സുലൈമാൻ. 26 വയസ്സുള്ള, പൊക്കമുള്ള, മെലിഞ്ഞ, സുമുഖനായ യുവാവ്. മനിസയിലെ ഗവർണറായിരുന്ന സുലൈമാൻ പിതാവിന്റെ മരണവാർത്തയറിഞ്ഞ് ഇസ്താംബുളിലേക്ക് കുതിച്ചു. അദ്ദേഹം നഗരകവാടത്തിലെത്തിയപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു. കാരണം സെലിമെന്ന കൊടുങ്കാറ്റിനു ശേഷം വന്ന സുലൈമാൻ ഒരിളം കാറ്റുപോലെയായിരുന്നു. അദ്ദേഹം കലയെ സ്നേഹിക്കുന്നവനായിരുന്നു, കവിത എഴുതുന്നവനായിരുന്നു, സ്വർണ്ണപ്പണികൾ ചെയ്യുന്നവനായിരുന്നു. പക്ഷേ ആ സൗമ്യമായ മുഖത്തിനു പിന്നിൽ ലോകം കീഴടക്കാനുള്ള വലിയൊരു സ്വപ്നം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നാരും തിരിച്ചറിഞ്ഞില്ല. യൂറോപ്പിലെ രാജാക്കന്മാർ സന്തോഷിച്ചു. ഭയങ്കരനായ സിംഹം മരിച്ചു, ഇനി ഭരിക്കുന്നത് വെറുമൊരു ആട്ടിൻകുട്ടിയാണ് എന്ന് വെനീസിലെ ദൂതൻ എഴുതി. എത്ര വലിയ തെറ്റായിരുന്നു അത്! ആ ആട്ടിൻകുട്ടി ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ മഹാനായ സുൽത്താൻ അഥവാ സുലൈമാൻ ദ മാഗ്നിഫിസന്റ് ആകാൻ പോകുകയായിരുന്നു. ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം ഇവിടെ ആരംഭിക്കുന്നു. സുലൈമാന്റെ സദസ്സിൽ ഇബ്രാഹിം എന്നൊരടിമയുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ സുലൈമാന്റെ കൂടെ വളർന്ന് ഗ്രീക്ക് വംശജനായ വയലിൻ വായിക്കുന്ന ഇബ്രാഹിം. സുൽത്താനും അടിമയും തമ്മിലുള്ള ആ സൗഹൃദം പിന്നീട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അധികാര വടംവലികൾക്കും ദുരന്തങ്ങൾക്കും കാരണമായി. കൂടാതെ റഷ്യൻ അടിമച്ചന്തയിൽ നിന്ന് കൊട്ടാരത്തിലെത്തിയ ഒരു പെൺകുട്ടി, ചുവന്ന മുടിയുള്ള, ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഹൂറം. ലോകം മുഴുവൻ അടക്കി ഭരിച്ച സുലൈമാനെ തന്റെ സ്നേഹം കൊണ്ട് അടക്കി ഭരിച്ച ആ സ്ത്രീ. ഇനിയുള്ള കഥ യുദ്ധക്കളത്തിൻ്റേത് മാത്രമല്ല, അത് പ്രണയത്തിൻ്റെയും ചതിയുടെയും കൊട്ടാരത്തിനുള്ളിലെ ഗൂഢാലോചനകളുടെയും കഥ കൂടിയാണ്. ബെൽഗ്രേഡ് മുതൽ വിയന്ന വരെ, കടലിലെ രാജാവായ ബാർബറോസ മുതൽ വാസ്തുശില്പിയായ സിനാൻ വരെ, സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം.
എന്താണ് സുലൈമാനെ മഹാനായവൻ എന്ന് വിളിക്കാൻ ലോകത്തെ പ്രേരിപ്പിച്ചത്? ഇസ്താംബുളിലെ തെരുവുകളിൽ ഇപ്പോൾ കേൾക്കുന്നത് യുദ്ധത്തിന്റെ പെരുമ്പറകളല്ല, മറിച്ച് കവിതയുടെയും സംഗീതത്തിന്റെയും നേർത്ത ശീലുകളാണ്. സുലൈമാൻ ദി മാഗ്നിഫിസന്റ്. യൂറോപ്പ് അദ്ദേഹത്തെ മഹാനായ സുലൈമാൻ എന്ന് വിളിച്ചു. സ്വന്തം ജനത അദ്ദേഹത്തെ കാനൂനി സുൽത്താൻ എന്നും വിളിച്ചു. ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ ഒരു കാലഘട്ടത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. സെലിമിന്റെ മരണശേഷം 26-കാരനായ സുലൈമാൻ സിംഹാസനത്തിലിരിക്കുമ്പോൾ വെനീസിലെയും ഹംഗറിയിലെയും രാജാക്കന്മാർ സമാശ്വസിച്ചു. ഇവനൊരു പാവമാണ്, കവിത എഴുതി നടക്കുന്നവൻ, ഇവനെക്കൊണ്ട് വാളെടുക്കാൻ കഴിയില്ല. പക്ഷെ ശാന്തമായ കടലിലാണ് ഏറ്റവും വലിയ ചുഴികൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നവർ വൈകിയാണ് മനസ്സിലാക്കിയത്. സുലൈമാന്റെ ഭരണത്തിന്റെ തുടക്കം തന്നെ ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു. തന്റെ മുത്തച്ഛനായ മെഹ്മദ് രണ്ടാമന് പോലും കീഴടക്കാൻ കഴിയാതിരുന്ന ക്രിസ്ത്യൻ യൂറോപ്പിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബെൽഗ്രേഡ്, ഹംഗറിയുടെ തെക്കൻ അതിർത്തിയിലെ ആ കോട്ട തകർക്കുക എന്നത് ഓട്ടോമൻ സുൽത്താൻമാരുടെ വലിയ മോഹമായിരുന്നു. യൂറോപ്പ് കണ്ണു തുറക്കും മുൻപേ സുലൈമാൻ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. 1521 വെറും 3 ആഴ്ചത്തെ ഉപരോധത്തിനു ശേഷം ബെൽഗ്രേഡ് വീണു. പടിഞ്ഞാറൻ ലോകം ഞെട്ടിവിറച്ചു. ആട്ടിൻകുട്ടി എന്നവർ വിളിച്ച സുൽത്താൻ സിംഹത്തേക്കാൾ അപകടകാരിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവിടെയും തീർന്നില്ല. അടുത്ത വർഷം സുലൈമാൻ ലക്ഷ്യം വെച്ചത് മെഡിറ്ററേനിയൻ കടലിലെ ഏറ്റവും വലിയ തലവേദനയാണ്, റോഡ്സ് ദ്വീപ്. നമ്മൾ നേരത്തെ കണ്ട ജം സുൽത്താനെ ചതിച്ച കടൽ കൊള്ളക്കാരായ നൈറ്റ്സ് ഓഫ് സെന്റ് ജോൺ എന്ന പോരാളികളുടെ ദ്വീപ്. മക്കയിലേക്ക് പോകുന്ന മുസ്ലിം തീർത്ഥാടകരെ ആക്രമിക്കുക എന്നത് അവരുടെ പതിവായിരുന്നു. സുലൈമാൻ തന്റെ നാവികസേനയുമായി ദ്വീപിനെ വലഞ്ഞു. 5 മാസം നീണ്ടുനിന്ന ഉപരോധം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ നൈറ്റുകൾ കീഴടങ്ങി. എന്നാൽ ഇവിടെയാണ് സുലൈമാൻ എന്ന മഹാനായ മനുഷ്യനെ നമ്മൾ കാണുന്നത്. കീഴടങ്ങിയ ശത്രുക്കളെ അദ്ദേഹം കൊന്നില്ല. പകരം അവരുടെ ആയുധങ്ങളും സമ്പത്തുമായി കപ്പലിൽ കയറിപ്പോകാൻ അദ്ദേഹം അനുവാദം നൽകി. ധീരന്മാരായ ശത്രുക്കൾ ബഹുമാനമർഹിക്കുന്നു എന്നായിരുന്നു സുലൈമാന്റെ നിലപാട്. ആ നൈറ്റുകളാണ് പിന്നീട് മാൾട്ടയിലേക്ക് പോയി താവളമുറപ്പിച്ചത്. യുദ്ധക്കളത്തിലെ വിജയങ്ങൾക്കിടയിലും സുലൈമാന്റെ കൊട്ടാരത്തിനുള്ളിൽ മറ്റൊരു നാടകം നടന്നിരുന്നു. ചരിത്രത്തെ മാറ്റിമറിച്ച പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥ. സുലൈമാന് ഒരു വിശ്വസ്തനുണ്ടായിരുന്നു, ഇബ്രാഹിം. ഗ്രീസിലെ മത്സ്യത്തൊഴിലാളിയുടെ മകൻ. കുട്ടിക്കാലത്ത് അടിമയായി പിടിക്കപ്പെട്ട് ഒടുവിൽ സുലൈമാന്റെ ഉറ്റ സുഹൃത്തായി മാറിയവൻ. അവർ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഒരേ മുറിയിൽ ഉറങ്ങി, ഒരേ പുസ്തകങ്ങൾ വായിച്ചു. ഇബ്രാഹിം വയലിൻ വായിക്കുമ്പോൾ സുലൈമാൻ എല്ലാം മറന്നിരിച്ചുമായിരുന്നു. പരമ്പരാഗതമായി മുതിർന്ന മന്ത്രിമാരാണ് ഗ്രാൻഡ് വസീർ ആകേണ്ടത്. എന്നാൽ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് സുലൈമാൻ തന്റെ അടിമയായ ഇബ്രാഹിമിനെ സാമ്രാജ്യത്തിന്റെ ഗ്രാൻഡ് വസീറാക്കി. മാത്രമല്ല, സ്വന്തം സഹോദരി ഹാത്തിജ സുൽത്താനെ ഇബ്രാഹിമിന് വിവാഹം ചെയ്തു നൽകുകയും ചെയ്തു. ഇത് കൊട്ടാരത്തിലെ പലരെയും അസ്വസ്ഥരാക്കി. ഒരടിമയ്ക്കിത്രയും അധികാരമോ? ഇബ്രാഹിം സുൽത്താന്റെ നിഴലായി മാറി. സുൽത്താൻ സാമ്രാജ്യത്തിന്റെ ഹൃദയമാണെങ്കിൽ ഇബ്രാഹിം അതിന്റെ തലച്ചോറാണ് എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ അധികാരം ഒരു ലഹരിയാണ്. ഇബ്രാഹിം പതിയെ സ്വയം മറക്കാൻ തുടങ്ങി. താനാണ് സുൽത്താനെ നിയന്ത്രിക്കുന്നത് എന്ന അഹങ്കാരം അയാളുടെ മനസ്സിൽ വളർന്നു. യൂറോപ്യൻ ദൂതന്മാരോട് ഇബ്രാഹിം ഒരിക്കൽ പറഞ്ഞു, ഈ സിംഹത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. ഞാൻ നൽകുന്ന വടിയിലാണ് അത് ചാടുന്നത്. സ്വന്തം മരണത്തിനുള്ള കുഴി ഇബ്രാഹിം തോണ്ടുകയായിരുന്നു. ഇതേസമയം അന്തഃപുരത്തിൽ മറ്റൊരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരുന്നു. യുക്രൈനിൽ നിന്ന് അടിമയായി പഠിക്കപ്പെട്ട അലക്സാൻഡ്ര എന്ന പെൺകുട്ടി, റഷ്യൻ ഓർത്തഡോക്സ് പുരോഹിതന്റെ മകൾ. പച്ചക്കണ്ണുകളും ചെമ്പൻ മുടിയുമുള്ള അവൾ കൊട്ടാരത്തിലെത്തിയത് ഒരു സാധാരണ അടിമയായിരുന്നു. എന്നാൽ അവൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. സങ്കടങ്ങൾക്കിടയിലും അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഹൂറം എന്ന പേരിട്ടു. സുലൈമാൻ അവളെ ആദ്യമായി കണ്ട നിമിഷം മുതൽ മറ്റെല്ലാ സ്ത്രീകളെയും മറന്നു. അന്നുവരെയുള്ള നിയമമനുസരിച്ച് ഒരു സുൽത്താൻ ഒരു അടിമ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. മാത്രമല്ല, ഒരു സ്ത്രീക്കൊരു മകൻ ജനിച്ചാൽ ആ മകന്റെ കൂടെ അവൾ പ്രവിശ്യയിലേക്ക് പോകണം. എന്നാൽ ഹ്യൂറം ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി. അവൾ സുലൈമാന്റെ മനസ്സ് കീഴടക്കി. കവിതകൾ കൊണ്ടും ബുദ്ധിപരമായ സംഭാഷണങ്ങൾ കൊണ്ടും അവൾ സുൽത്താനെ ആകർഷിച്ചു. സുലൈമാൻ അവൾക്കായി ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയ കവിതകൾ എഴുതി. എന്റെ ഇസ്താംബുളേ, എന്റെ കരാമനമേ, എന്റെ റൂമേ, എന്റെ ഉറ്റ സുഹൃത്തേ, എന്റെ എല്ലാമേ. ഹ്യൂറം വെറുമൊരു കാമുകിയായിരുന്നില്ല, അവൾ വലിയൊരു രാഷ്ട്രീയ തന്ത്രജ്ഞയായിരുന്നു.
സുലൈമാന്റെ ആദ്യ ഭാര്യ മഹിദേവ്രാമിനെ തന്ത്രപൂർവം അവൾ ഒതുക്കി. മഹിദേവ്രാമിന്റെ മകൻ മുസ്തഫ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി, ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ ഹ്യൂറത്തിന് തന്റെ മക്കൾ അധികാരത്തിൽ വരണമായിരുന്നു. അതിനായി അവൾ കരുക്കൾ നീക്കി. സുലൈമാന്റെ വിശ്വസ്തനായ ഇബ്രാഹിം പാഷ മുസ്തഫയുടെ വലിയ പിന്തുണക്കാരമായിരുന്നു. അതുകൊണ്ട് ഇബ്രാഹിമിനെ ഇല്ലാതാക്കുക എന്നത് ഹ്യൂറത്തിന്റെ ആവശ്യമായി മാറി. പ്രണയവും പകയും നിറഞ്ഞ ആ കൊട്ടാരത്തിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് സുലൈമാന് പോലും അറിയാത്ത അവസ്ഥ. കൊട്ടാരത്തിലെ ഈ പ്രശ്നങ്ങൾക്കിടയിലും സുലൈമാൻ ലോകം കീഴടക്കുന്നത് തുടർന്നു. 1526 ഹംഗറിയിലെ മൊഹാക്സ് എന്ന സ്ഥലത്തുവെച്ച് നടന്ന യുദ്ധം ചരിത്രപ്രസിദ്ധമാണ്. ഹംഗേറിയൻ രാജാവ് ലൂയിസ് രണ്ടാമൻ വലിയൊരു സൈന്യവുമായി കാത്തിരിക്കുന്നു. സുലൈമാന്റെ പീരങ്കികൾ അവിടെയും സംസാരിച്ചു. വെറും 2 മണിക്കൂർ. അതെ, 2 മണിക്കൂർ കൊണ്ടാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹംഗേറിയൻ രാജവംശം തകർന്ന് തരിപ്പണമായത്. രാജാവ് ലൂയിസ് ചതുപ്പിൽ മുങ്ങിമരിച്ചു. യുദ്ധം കഴിഞ്ഞ് മരിച്ചുകിടക്കുന്ന രാജാവിനെയും പടയാളികളെയും നോക്കി സുലൈമാൻ പറഞ്ഞു, ഞാൻ അവനെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇത്ര ചെറുപ്പത്തിൽ അവന്റെ ജീവനെടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. മൊഹാക്സിലെ വിജയത്തോടെ ഓട്ടോമൻ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തി. 3 വൻകരകൾ, 7 കടലുകൾ. സുലൈമാന്റെ വാക്കിന് മറുവാക്കില്ല. പക്ഷേ എല്ലാ ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ടല്ലോ. 1529 സുലൈമാൻ ഒരു വലിയ സ്വപ്നവുമായി യാത്ര തിരിച്ചു. വിയന്ന, യൂറോപ്പിന്റെ ഹൃദയം. വിയന്ന വീണാൽ പിന്നെ ജർമ്മനിയും റോമും ഓട്ടോമൻ കാൽക്കീഴിലാകും. പക്ഷേ ഇത്തവണ പ്രകൃതി സുലൈമാൻ എതിലായിരുന്നു. നിർത്താത്ത മഴ, പീരങ്കികൾ ചെളിയിൽ പൂണ്ടുപോയി, കുതിരകൾ തെന്നിവീണു, തണുപ്പുകാരണം പടയാളികൾ മരിച്ചു വീണു. വിയന്നയുടെ മതിലുകൾക്കു മുന്നിലെത്തിയപ്പോഴേക്കും ഓട്ടോമൻ സൈന്യം തളർന്നിരുന്നു. അപുരോധം പരാജയപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി സുലൈമാന് പിന്തിരിഞ്ഞു നടക്കേണ്ടി വന്നു. എന്റെ ഭാഗ്യം വിയന്നയിലില്ല എന്നദ്ദേഹം നെടുവീർപ്പിട്ടു. ഈ പരാജയം കൊട്ടാരത്തിലെ ശത്രുക്കൾക്ക് ആയുധമായി. ഇബ്രാഹിം പാഷയുടെ അഹങ്കാരം അതിരുകടക്കുന്നു എന്ന് ഹ്യൂറം സുൽത്താനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇബ്രാഹിം സ്വയം സുൽത്താൻ എന്ന് വിളിക്കുന്നു എന്ന വാർത്തകൾ സുലൈമാന്റെ ചെവിയിലെത്തി. തന്റെ ജീവനേക്കാൾ സ്നേഹിച്ച സുഹൃത്ത്, താൻ വളർത്തി വലുതാക്കിയവൻ, അവൻ തന്നെ ചതിക്കുമോ? വിശ്വാസത്തിനും സംശയത്തിനുമിടയിൽ സുലൈമാന്റെ മനസ്സ് ആടിയുലഞ്ഞു. ഒരു റമദാൻ മാസത്തിലെ രാത്രി ഇബ്രാഹിം പതിവ് പോലെ സുൽത്താനൊപ്പം അത്താഴം കഴിച്ചു. അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചു ചിരിച്ചു. രാത്രി ഏറെ വൈകി ഇബ്രാഹിം സുൽത്താന്റെ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങാൻ കിടന്നു. സുലൈമാൻ അന്നുറങ്ങിയില്ല. അദ്ദേഹം കൊട്ടാരത്തിന്റെ ടെറസിൽ നിന്ന് ബോസ്ഫറസ് കടലിലേക്ക് നോക്കി നിന്നു. തന്റെ കയ്യിലൊരു വിധിന്യായമുണ്ട്. സ്വന്തം സുഹൃത്തിന്റെ മരണവാറുണ്ട്. അർദ്ധരാത്രിയിൽ കറുത്ത വസ്ത്രം ധരിച്ച 4 ആരാച്ചാർമാർ ഇബ്രാഹിമിന്റെ മുറിയിലേക്ക് കടന്നു. ഉറക്കത്തിൽ ശ്വാസം മുട്ടി മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇബ്രാഹിം കണ്ടത് തൊട്ടപ്പുറത്തെ മുറിയിൽ എല്ലാം അറിഞ്ഞിട്ടും അനങ്ങാതെ നിൽക്കുന്ന തന്റെ പ്രിയ സുഹൃത്ത് സുലൈമാന്റെ നിഴലായിരുന്നിരിക്കാം. ഇബ്രാഹിമിന്റെ മരണം ഓട്ടോമൻ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. സുലൈമാൻ എന്ന മനുഷ്യൻ അവിടെ അവസാനിച്ചു. പിന്നെ കണ്ടത് ഏകാഗിയായ ഒരു ഭരണാധികാരിയെയാണ്. ഇബ്രാഹിം പോയി. ഇനി ഹ്യൂറത്തിനു മുന്നിൽ ഒരേയൊരു തടസ്സമേയുള്ളൂ: മുസ്തഫ, സുലൈമാന്റെ ആദ്യത്തെ മകൻ, ജനങ്ങളുടെ പ്രതീക്ഷ, ജാനിസറികളുടെ ആരാധനാപാത്രം. മുസ്തഫ അധികാരത്തിൽ വന്നാൽ തന്റെ മക്കൾ കൊല്ലപ്പെടുമെന്ന് ഹ്യൂറത്തിനറിയാം. അതുകൊണ്ട് ഒരു പിതാവിനെക്കൊണ്ട് സ്വന്തം മകനെ കുത്തിക്കാൻ അവൾ ഒരു വല വിരിച്ചു തുടങ്ങി. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ചതിയുടെ വല. പിതാവും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പകയായി മാറിയത്? ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ച ആ വലിയ ദുരന്തം എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു കള്ളക്കത്തിന്റെ പേരിൽ സ്വന്തം ചോരയെ ബലി നൽകേണ്ടി വന്ന സുൽത്താന്റെ കഥ ഹൃദയഭേദകമാണ്. ആ കറുത്ത അധ്യായത്തിലേക്ക് നമുക്കടുത്ത ഭാഗത്തിൽ കടക്കാം. ഇബ്രാഹിം പാഷയുടെ മരണം തോപ്കാപ്പി കൊട്ടാരത്തിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചു. സുലൈമാൻ ഇപ്പോൾ പഴയ സുലൈമാനല്ല. കവിതയും ചിരിയും കുറഞ്ഞു. പകരം ഗൗരവവും സംശയവും അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ചു തുടങ്ങി. എന്നാൽ വിധിയുടെ തിരക്കഥയിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് ഇതിലും വലിയൊരു ദുരന്തമായിരുന്നു. സ്വന്തം ആത്മാവിന്റെ പാതിയായിരുന്ന സുഹൃത്തിനെ നഷ്ടപ്പെട്ട സുൽത്താന് ഇനി നഷ്ടപ്പെടാൻ പോകുന്നത് സ്വന്തം ചോരയെ തന്നെയാണ്.
നമ്മുടെ ശ്രദ്ധാകേന്ദ്രം ഇപ്പോൾ ഷഹ്സാദെ മുസ്തഫയിലേക്കാണ്. പ്രിൻസ് മുസ്തഫ, സുലൈമാന്റെ ആദ്യജാതൻ, സിംഹാസനത്തിന്റെ ഒന്നാമത്തെ അവകാശി. മുസ്തഫ വെറുമൊരു രാജകുമാരനായിരുന്നില്ല. തന്റെ മുത്തച്ഛനായ യാവൂസ് സുൽത്താൻ സെലിമിനെ ഓർമ്മിപ്പിക്കുന്ന ശരീരപ്രകൃതിയും തന്റെ ഇടമും അവനുണ്ടായിരുന്നു. അതേസമയം പിതാവായ സുലൈമാന്റെ നീതിബോധവും അവനിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അനറ്റോലിയയിലെ ജനങ്ങൾക്ക് മുസ്തഫ അവരുടെ സ്വന്തം മകനെപ്പോലെയായിരുന്നു. ജാനിസറി പടയാളികൾ മുസ്തഫയെ കണ്ടാൽ ആവേശത്തോടെ വാളുകൾ ഉയർത്തിയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഭാവി സുൽത്താൻ എന്നവർ പരസ്യമായി വിളിച്ചു പറഞ്ഞു. പക്ഷേ കൊട്ടാരത്തിനുള്ളിൽ മുസ്തഫയുടെ ഈ ജനപ്രീതി വലിയൊരു ഭീഷണിയായിട്ടാണ് ചിലർ കണ്ടത്. ഹ്യൂറം സുൽത്താൻ. അവൾക്ക് 4 ആൺമക്കളുണ്ടായിരുന്നു: മെഹമ്മദ്, സെലിം, ബയസീദ്, ജിഹാംഗീർ. മുസ്തഫ അധികാരത്തിൽ വന്നാൽ അന്നത്തെ ഓട്ടോമൻ നിയമപ്രകാരം, ഫ്രാട്രിസൈഡ് ലോ പ്രകാരം തന്റെ മക്കൾ കൊല്ലപ്പെടും എന്ന് ഹ്യൂറത്തിന് ഉറപ്പായിരുന്നു. ഒരമ്മയുടെ ആധിയും അധികാരമോഹിയായ രാജ്ഞിയുടെ തന്ത്രങ്ങളും അവിടെ ഒന്നിച്ചു. ഹ്യൂറത്തിനിപ്പോൾ പുതിയൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു: റുസ്തം പാഷ. ഇബ്രാഹിമിനു ശേഷം വന്ന ഗ്രാൻഡ് വസീർമാരിൽ ഏറ്റവും കുതന്ത്രശാലിയായ മനുഷ്യൻ. ചരിത്രത്തിൽ ഇത്രയധികം വെറുക്കപ്പെട്ട മറ്റൊരു മന്ത്രിയുണ്ടാകില്ല. റുസ്തം പാഷ ഹ്യൂറത്തിന്റെ മകൾ മിഹ്രിമയെ വിവാഹം കഴിച്ചതോടെ ഹ്യൂറം, റുസ്തം, മിഹ്രിമ എന്ന ശക്തമായ ഒരു ത്രികോണസഖ്യം കൊട്ടാരത്തിൽ രൂപപ്പെട്ടു. മുസ്തഫയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന അജണ്ട. അവർ സുലൈമാന്റെ ചെവിയിൽ വിഷം നിറയ്ക്കാൻ തുടങ്ങി. സുൽത്താനെ, മുസ്തഫ അങ്ങയേക്കാൾ ജനപ്രിയനായിക്കൊണ്ടിരിക്കുന്നു. ജാനിസറികൾ അങ്ങയ്ക്ക് വയസ്സായെന്നു പറയുന്നു. അവർക്ക് മുസ്തഫയെ സുൽത്താനായി കാണണം. സുലൈമാൻ ആദ്യം ഇതൊന്നും വിശ്വസിച്ചില്ല. എന്റെ മകൻ എന്നെ ചതിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ റുസ്തം പാഷ ഒരു കള്ളക്കളിക്ക് തയ്യാറെടുത്തു. മുസ്തഫ പേർഷ്യയിലെ ഷായുമായി രഹസ്യമായി കത്തുകളയക്കുന്നുണ്ടെന്നും സുലൈമാനെ അട്ടിമറിച്ച് അധികാരം പിടിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും വ്യാജരേഖകൾ ഉണ്ടാക്കി. ഈ കത്തുകൾ സുലൈമാന്റെ കൈകളിലെത്തി. സുലൈമാന്റെ മനസ്സ് ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം പിതാവായ സെലിം മുത്തച്ഛനായ ബയസീദിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ച ചരിത്രം സുലൈമാന് നന്നായി അറിയാം. ചരിത്രം ആവർത്തിക്കുമോ എന്ന ഭയം ആ വൃദ്ധനായ സിംഹത്തെ വേട്ടയാടി. അധികാരമെന്നത് സ്വന്തം മകനേക്കാൾ വലുതാണോ? ഒരു സുൽത്താന് പിതാവാകാൻ കഴിയില്ലേ? സംശയത്തിന്റെ വിത്തുകൾ മുളച്ചുപൊന്തി അതൊരു വലിയ വിഷമരമായി മാറി. 1553-ൽ പേർഷ്യക്കെതിരെ ഒരു യുദ്ധത്തിനായി സുലൈമാൻ സൈന്യവുമായി പുറപ്പെട്ടു. എറേലി എന്ന സ്ഥലത്ത് ഓട്ടോമൻ സൈന്യം തമ്പടിച്ചു. റുസ്തം പാഷ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അവൻ ജാനിസറികളോട് പറഞ്ഞു, സുൽത്താന് വയസ്സായി, മുസ്തഫ അധികാരത്തിൽ വരണമെന്നാണ് സുൽത്താന്റെ ആഗ്രഹം. ഇത് കേട്ട സൈനികർ ആവേശത്തോടെ മുസ്തഫയെ വരവേൽക്കാൻ തയ്യാറായി. ഈ ആവേശം സുലൈമാൻ കണ്ടപ്പോൾ റുസ്തം പാഷ പറഞ്ഞത് സത്യമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. തന്റെ മകൻ സൈന്യത്തെ കൂട്ടുപിടിച്ച് തന്നെ കൊല്ലാൻ വരികയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മുസ്തഫയെ പിതാവിന്റെ കൂടാരത്തിലേക്ക് വിളിപ്പിച്ചു. മുസ്തഫയുടെ സുഹൃത്തുക്കളും ഉപദേശകരും അവനെ തടഞ്ഞു. പോകരുത് രാജകുമാരാ, ഇതൊരു കെണിയാണ്. സുൽത്താൻ അങ്ങയെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ മുസ്തഫ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവ്, ലോകമാദരിക്കുന്ന സുലൈമാൻ, അദ്ദേഹം സ്വന്തം മകനെ കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തെറ്റു ചെയ്തിട്ടില്ല, പിന്നെന്തിന് ഭയക്കണം? ആ നിഷ്കളങ്കമായ വിശ്വാസമായിരുന്നു മുസ്തഫയുടെ ഏറ്റവും വലിയ പരാജയം. ഒക്ടോബർ 6 ഉച്ചസമയം മുസ്തഫ വെള്ളക്കുതിരപ്പുറത്ത് പിതാവിന്റെ കൂടാരത്തിന് മുന്നിലെത്തി. ആയിരക്കണക്കിന് സൈനികർ അവനെ നോക്കി ആർപ്പ് വിളിച്ചു. മുസ്തഫ എല്ലാവരെയും കൈവീശി കാണിച്ചു. ആയുധങ്ങൾ പുറത്തുവെച്ച് നിരായുധനായി അവൻ സുൽത്താന്റെ കൂടാരത്തിലേക്ക് കയറി. കൂടാരത്തിനുള്ളിൽ ഭീകരമായ നിശബ്ദതയായിരുന്നു. സുൽത്താൻ അവിടെ സിംഹാസനത്തിലിരിക്കുന്നുണ്ടായിരുന്നില്ല. പകരം കറുത്ത വസ്ത്രം ധരിച്ച 7 പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഊമകളായ ആരാച്ചാർമാർ, സുൽത്താന്റെ രഹസ്യവിധികൾ നടപ്പാക്കുന്ന, കേൾക്കാനും സംസാരിക്കാനും കഴിയാത്ത കൂറ്റൻ മനുഷ്യർ. അവരെ കണ്ട നിമിഷം മുസ്തഫയ്ക്ക് കാര്യം മനസ്സിലായി. അവൻ പിറകോട്ട് മാറാൻ ശ്രമിച്ചു. പക്ഷേ അവർ അവന്റെ മേൽ ചാടി വീണു. അതൊരു യുദ്ധക്കളമായിരുന്നില്ല, പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന പോരാട്ടം അവിടെ നടന്നു. മുസ്തഫ ശക്തനായിരുന്നു. അവൻ ആ 7 പേരോടും ഒറ്റയ്ക്ക് പൊരുതി. ഒരു നിമിഷം അവൻ രക്ഷപ്പെടുമെന്ന് തോന്നി.
കൂടാരത്തിന്റെ ഒരു മൂലയിൽ നേർത്ത തിരശ്ശീലയ്ക്ക് പിന്നിൽ എല്ലാം കണ്ടുകൊണ്ട് സുലൈമാൻ നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ മകൻ ജീവനുവേണ്ടി പിടയുന്നത് കാണുമ്പോൾ ആ പിതാവിന്റെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നുപോയിട്ടുണ്ടാവും. മുസ്തഫ ആരാച്ചാർമാരെ തട്ടിമാറ്റി പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. ബാബാ ബാബാ എന്നവന്റെ നിലവിളി കൂടാരത്തിനുള്ളിൽ മുഴങ്ങി. ആ നിമിഷം സൽ മഹ്മൂദ് എന്ന ആരാച്ചാർ മുസ്തഫയുടെ പിന്നിലൂടെ വന്ന് കഴുത്തിൽ കുരുക്കിട്ടു. ഒരു ഞരക്കം, പിന്നെ നിശബ്ദത. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട ഷെഹ്സാദെ മുസ്തഫ സ്വന്തം പിതാവിന്റെ കൂടാരത്തിൽ വച്ച് ശ്വാസം മുട്ടി മരിച്ചു. മുസ്തഫയുടെ മൃതദേഹം കൂടാരത്തിന് പുറത്ത് ഒരു പരവതാനിയിൽ കിടത്തി. ഇത് കണ്ട ജാനിസറികൾ അലറി വിളിച്ചു. അവർക്കത് വിശ്വസിക്കാനായില്ല. അവരുടെ കരച്ചിൽ എറേലിയുടെ താഴ്വരകളെ മടുക്കി. അവർ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. സുൽത്താനെതിരെ അവർ വാളുകൾ ഉയർത്തി. ഞങ്ങളുടെ രാജകുമാരനെ കൊന്ന റുസ്തം പാഷയെ ഞങ്ങൾക്ക് വേണം എന്നവർ ആക്രോശിച്ചു. കലാപം ഭയന്ന സുൽത്താൻ ഉടൻ തന്നെ റുസ്തം പാഷയെ ഗ്രാൻഡ് വസീർ സ്ഥാനത്ത് നിന്ന് നീക്കി. പക്ഷേ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു നൽകാൻ ഒന്നിനും കഴിയില്ലല്ലോ. മുസ്തഫയുടെ മരണം അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല. അതൊരു തുടർക്കഥയുടെ തുടക്കം മാത്രമായിരുന്നു. മുസ്തഫയ്ക്കൊരു അർദ്ധ സഹോദരനുണ്ടായിരുന്നു, ജിഹാംഗീർ, ഹ്യൂറം സുൽത്താന്റെ ഇളയ മകൻ. ജന്മനാ കൂനുള്ള അനാരോഗ്യമുള്ള ജിഹാംഗീറിന് മുസ്തഫ സ്വന്തം ചേട്ടൻ മാത്രമായിരുന്നില്ല, ഒരു കൂട്ടുകാരനും വഴികാട്ടിയുമായിരുന്നു. ഹ്യൂറമിന്റെ മകനായിരുന്നിട്ടും മുസ്തഫയോടായിരുന്നു അവന് കൂടുതൽ സ്നേഹം. മുസ്തഫ കൊല്ലപ്പെട്ടതറിഞ്ഞ ജിഹാംഗീർ തകർന്നുപോയി. എന്റെ അമ്മയും പിതാവും ചേർന്ന് എന്റെ സഹോദരനെ കൊന്നു എന്ന ചിന്ത ആ പാവം ചെറുപ്പക്കാരനെ ഭ്രാന്തിന്റെ വക്കിലെത്തിച്ചു. അവൻ ഭക്ഷണം ഉപേക്ഷിച്ചു. ആരോടും മിണ്ടാതെയായി. മുസ്തഫ മരിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കടുത്ത വിഷാദവും ദുഃഖവും കാരണം ജിഹാംഗീറും മരണത്തിന് കീഴടങ്ങി. ഹ്യൂറം സുൽത്താൻ ആഗ്രഹിച്ചത് തന്റെ മക്കൾക്കു വേണ്ടിയുള്ള അധികാരമായിരുന്നു. പക്ഷേ ആ അധികാരമോഹം സ്വന്തം മകന്റെ മരണത്തിലാണ് കലാശിച്ചത്. വിധി അവളോട് ക്രൂരമായി തന്നെ പകരം വീട്ടി. മുസ്തഫയുടെ മൃതദേഹം ബർസയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഉസ്മാൻ ഗാസിയുടെയും ഓർഖാന്റെയും ശവകുടീരങ്ങൾക്കരികിൽ അവനെ അടക്കം ചെയ്തു. ആ ശവകുടീരത്തിനു മുകളിൽ കവികൾ എഴുതിവെച്ചു: ഭൂമിയിലെ രാജാവ് അവനെ കൊന്നു, പക്ഷേ സ്വർഗത്തിലെ രാജാവ് അവനെ കാത്തിരിക്കുന്നു. ഈ സംഭവത്തിനു ശേഷം സുലൈമാൻ ആകെ മാറിപ്പോയി. അദ്ദേഹം കൂടുതൽ ഏകാഗിയായി. ഉറക്കമില്ലാത്ത രാത്രികൾ. പലപ്പോഴും മുസ്തഫയുടെ പേര് വിളിച്ച് അദ്ദേഹം ഞെട്ടിയുണരുമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. തന്റെ തെറ്റ് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? അറിയില്ല. പക്ഷേ ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ അധപ്പതനം അവിടെ തുടങ്ങുകയായിരുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. കാരണം മുസ്തഫ ജീവിച്ചിരുന്നെങ്കിൽ സാമ്രാജ്യത്തിന്റെ ചരിത്രം മറ്റൊന്നായേനെ. പക്ഷേ ജീവിതം മുന്നോട്ടു പോയേ തീരൂ. സുലൈമാന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. തന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ മറക്കാൻ അദ്ദേഹം കണ്ടെത്തിയ വഴി നിർമ്മാണങ്ങളായിരുന്നു. കല്ലുകളിൽ കവിത രചിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇവിടെയാണ് മറ്റൊരിതിഹാസം കടന്നുവരുന്നത്. മിമാർ സിനാൻ, ലോകം കണ്ട ഏറ്റവും മികച്ച വാസ്തുശില്പി. മൈക്കലാഞ്ചലോ റോമിൽ അത്ഭുതങ്ങൾ തീർക്കുമ്പോൾ ഇസ്താംബുളിൽ സിനാൻ പള്ളികൾ കൊണ്ട് ആകാശം തൊടുകയായിരുന്നു. സുലൈമാൻ സിനാനെ വിളിപ്പിച്ചു. എന്റെ ദുഃഖങ്ങൾക്കും വിജയങ്ങൾക്കും സാക്ഷിയായി 1000 വർഷം നിലനിൽക്കുന്ന ഒരു പള്ളി എനിക്ക് പണിയണം. അങ്ങനെ സുലൈമാനിയെ മോസ്ക് ഉയരാൻ തുടങ്ങി. വെറുമൊരു പള്ളിയായിരുന്നില്ല അത്. ഗണിതശാസ്ത്രത്തിന്റെയും എഞ്ചിനീയറിംഗിന്റെയും വിസ്മയം. ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന അടിത്തറ. 100 കണക്കിന് വിളക്കുകൾ കത്തിയിട്ടും പുക പുറത്തേക്ക് പോകാൻ പ്രത്യേകം നിർമ്മിച്ച വായുസഞ്ചാര സംവിധാനങ്ങൾ. ശബ്ദം ഒരേപോലെ എല്ലായിടത്തുമെത്തുന്ന അക്വാസ്റ്റിക്സ്. സിനാൻ അവിടെ തീർത്തത് കൽവിസ്മയങ്ങളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഹ്യൂറം സുൽത്താൻ രോഗബാധിതയായി. സുലൈമാന്റെ ജീവിതത്തിലെ ഏക ആശ്വാസം അവളായിരുന്നു. എല്ലാ കുതന്ത്രങ്ങൾക്കുമപ്പുറം സുലൈമാൻ അവളെ പ്രാണനായി സ്നേഹിച്ചിരുന്നു. 1558 ഹ്യൂറം മരിച്ചു. അതോടെ സുലൈമാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇനി ബാക്കിയുള്ളത് 2 മക്കൾ മാത്രം, സെലീമും ബയസീദും. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. സിംഹാസനത്തിനു വേണ്ടി 2 സഹോദരന്മാർ തമ്മിലുള്ള പോരാട്ടം. ഇത്തവണ സുലൈമാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾ തമ്മിൽ യുദ്ധം തുടങ്ങി. കുടിയനായ സെലിം എന്നാണ് മൂത്തവനെ ആളുകൾ വിളിച്ചിരുന്നത്. ബയസീദാകട്ടെ ധീരനായിരുന്നു, പക്ഷേ എടുത്തുചാട്ടക്കാരനും. പിതാവായ സുലൈമാൻ ആരുടെ പക്ഷം പിടിക്കും? മുസ്തഫയുടെ കാര്യത്തിൽ പറ്റിയ തെറ്റ് അദ്ദേഹം തിരുത്തുമോ?
അതോ സാമ്രാജ്യത്തിന്റെ ഭാവിയേക്കാൾ പ്രധാനം അനുസരണയുള്ള മകനാണെന്ന് അദ്ദേഹം ചിന്തിക്കുമോ? സുലൈമാന്റെ അവസാനത്തെ യാത്ര. 72-ാം വയസ്സിൽ രോഗിയായിട്ടും പല്ലക്കിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും യുദ്ധത്തിന് പുറപ്പെടുകയാണ്. വിയന്നയിൽ ബാക്കിവച്ച കണക്ക് തീർക്കാൻ. ശരീരം തളർന്നെങ്കിലും ആ മനസ്സ് അപ്പോഴും ഒരു പടയാളിയുടേതായിരുന്നു. ആ അവസാന യാത്രയിൽ എന്താണ് സംഭവിച്ചത്? മഹാനായ സുലൈമാൻ എങ്ങനെയാണ് വിട പറഞ്ഞത്? ഇസ്താംബുളിലെ സായാഹ്നങ്ങൾ ഇപ്പോൾ വല്ലാതെ മൂകമാണ്. തോപ്കാപ്പി കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ പണ്ട് കേട്ടിരുന്ന ചിരികളില്ല. ഹ്യൂറം സുൽത്താന്റെ ആജ്ഞകളില്ല. ഇബ്രാഹിം പാഷയുടെ വയലിൻ സംഗീതമില്ല. എല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ മാഞ്ഞുപോയിരിക്കുന്നു. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് ലോകം മുഴുവൻ മഹാനായവനെന്ന് വാഴ്ത്തുമ്പോഴും സ്വന്തം മനസ്സിനുള്ളിൽ തോറ്റുപോയ ഒരു വൃദ്ധനായ സുൽത്താൻ മാത്രമാണ്. സുലൈമാൻ. 70കളിലേക്ക് കടന്ന താ മനുഷ്യൻ ഇപ്പോൾ നടക്കുന്നത് വടികുത്തിയാണ്. ഗൗട്ട് എന്ന രോഗം അദ്ദേഹത്തിന്റെ കാലുകളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ശാരീരിക വേദനയേക്കാൾ അദ്ദേഹത്തെ നീറ്റിയത് ഒറ്റപ്പെടലായിരുന്നു. പ്രിയപ്പെട്ട ഭാര്യ ഹ്യൂറം പോയി. ഉറ്റ സുഹൃത്ത് ഇബ്രാഹിം പോയി. പ്രിയപുത്രൻ മുസ്തഫയും പാവം ജിഹാംഗീറും മണ്ണടിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 2 പേർ മാത്രം, സെലിമും ബയസീദും. ഒരു പിതാവിന്റെ ശാപമെന്ന് തന്നെ പറയണം. ജീവിച്ചിരിക്കുന്ന 2 മക്കൾ സിംഹാസനത്തിനു വേണ്ടി പരസ്പരം പോരടിക്കുന്നത് കണ്ടു മരിക്കാനായിരുന്നു സുലൈമാന്റെ വിധി. സെലിം. ചരിത്രം അവനെ വിളിച്ചത് കുടിയനായ സെലിം എന്നാണ്. യുദ്ധത്തേക്കാൾ കൂടുതൽ വീഞ്ഞിനെയും സുഖലോലുപതയെയും സ്നേഹിച്ചവൻ. എന്നാൽ അവൻ അനുസരണയുള്ളവനായിരുന്നു. ബയസീദ്. അവൻ മിടുക്കനായിരുന്നു. മുസ്തഫയെപ്പോലെ തന്നെ ധീരൻ, കവി, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ. പക്ഷെ അവന് ക്ഷമയില്ലായിരുന്നു. അവൻ പിതാവിനെ ധിക്കരിക്കാൻ മടിച്ചില്ല. ഹ്യൂറം സുൽത്താൻ ജീവിച്ചിരുന്നപ്പോൾ ഇരുവരെയും പിടിച്ചു നിർത്തിയിരുന്നു. എന്നാൽ അമ്മയുടെ മരണത്തോടെ ആ ചങ്ങല പൊട്ടി. ബയസീദ് തന്റെ സൈന്യവുമായി സെലിമിനെതിരെ തിരിഞ്ഞു. ഇതൊരു ആഭ്യന്തര യുദ്ധമാണ്. സുലൈമാന് ആരുടെയെങ്കിലും പക്ഷം പിടിക്കാതെ വയ്യെന്നായി. തന്റെ വാർദ്ധക്യത്തിൽ സമാധാനം ആഗ്രഹിച്ച സുലൈമാൻ കലഹപ്രിയനായ ബയസീദിനെ ഭയപ്പെട്ടു. ബയസീദ് എന്നെ അട്ടിമറിക്കുമോ എന്ന ചിന്ത വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടി. ഒടുവിൽ സുലൈമാൻ തന്റെ സൈന്യത്തെ സെലിമിന് സഹായമായി അയച്ചുകൊടുത്തു. കോനിയയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ബയസീദ് പരാജയപ്പെട്ടു. സ്വന്തം പിതാവിന്റെ സൈന്യം തനിക്കെതിരെ വരുന്നത് കണ്ടപ്പോൾ ബയസീദ് തകർന്നുപോയി. തോറ്റമ്പിയ ബയസീദ് ചെയ്തത് ചരിത്രത്തിലെ മറ്റൊരു വലിയ പിഴവായിരുന്നു. അവൻ ഓടിപ്പോയത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ബദ്ധശത്രുവായ പേർഷ്യയിലേക്കാണ്. ഷാ തഹമാസ്പിന്റെ കൊട്ടാരത്തിൽ ബയസീദ് അഭയം തേടി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജം സുൽത്താൻ യൂറോപ്പിലേക്ക് പോയതുപോലൊരവസ്ഥ. ശത്രുവിന്റെ കയ്യിൽ സ്വന്തം മകനിരിക്കുന്നത് സുലൈമാന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇവിടെ സുലൈമാൻ എന്ന പിതാവ് മരിക്കുകയും സുലൈമാൻ എന്ന സുൽത്താൻ ഉണരുകയും ചെയ്തു. അദ്ദേഹം പേർഷ്യൻ ഷായുമായി ഒരു കച്ചവടമുറപ്പിച്ചു. ബയസീദിനെയും അവന്റെ 4 ആൺമക്കളെയും വിട്ടുതരാൻ ഷാ ചോദിച്ചത് വലിയൊരു തുക സ്വർണമാണ്. സുലൈമാൻ സ്വർണം കൊടുത്തു. പകരം വാങ്ങിയത് സ്വന്തം മകന്റെയും പേരക്കുട്ടികളുടെയും മരണമായിരുന്നു. 1561-ൽ പേർഷ്യയിലെ ക്വെസ്വിൻ എന്ന സ്ഥലത്തുവെച്ച് സുലൈമാൻ അയച്ച ആരാച്ചാർമാർ ബയസീദിനെയും മക്കളെയും കഴുത്തുഞെരിച്ചു കൊന്നു. മരിക്കുന്നതിന് തൊട്ടുമുൻപ് ബയസീദ് തന്റെ പിതാവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നുവത്രേ. പക്ഷേ വിധി അതിനനുവദിച്ചില്ല. ആ വാർത്ത ഇസ്താംബുളിലെത്തിയപ്പോൾ സുലൈമാൻ കരഞ്ഞില്ല. അദ്ദേഹം കല്ലുപോലെയിരുന്നു. പക്ഷേ ആ മനസ്സ് അപ്പാടെ തകർന്നിരുന്നു. മക്കളുടെ രക്തം പുരണ്ട സിംഹാസനം. ഇനി ആർക്കുവേണ്ടിയാണ് ഞാൻ ഈ സാമ്രാജ്യം കാത്തുസൂക്ഷിക്കുന്നത്? വീണിന്റെ ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന സെലിമിനു വേണ്ടിയോ എന്ന് ചോദ്യം അദ്ദേഹത്തെ ഉലച്ചു. വർഷങ്ങൾ കടന്നുപോയി. 1566. സുലൈമാനെപ്പോൾ 72 വയസ്സ്. മരണം അടുത്തുവരുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയിരുന്നു. കൊട്ടാരത്തിലെ കിടക്കയിൽ കിടന്നു മരിക്കാൻ ആ വലിയ പോരാളി ആഗ്രഹിച്ചില്ല. എനിക്കവസാനമായി ഒരു യുദ്ധം കൂടി ജയിക്കണം. യുദ്ധക്കളത്തിൽ വെച്ച് പീരങ്കികളുടെ ശബ്ദം കേട്ടുകൊണ്ട് എനിക്ക് മരിക്കണം. സുലൈമാൻ തന്റെ ഗ്രാൻഡ് വസീറായ സൊക്കൊലു മെഹമ്മദ് പാഷയോട്. സൊക്കൊലു മെഹമ്മദ് പാഷ ഓട്ടോമൻ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ മന്ത്രിമാരിലൊരാൾ. സുലൈമാന്റെ അവസാനത്തെ വിശ്വസ്തൻ. അങ്ങനെ 1566 മെയ് 1 സുലൈമാൻ തന്റെ 13ാമത്തെയും അവസാനത്തെയും യുദ്ധയാത്ര പുറപ്പെട്ടു.
ലക്ഷ്യം ഹംഗറിയിലെ സിഗത്വാർ കോട്ട, വിയന്നയിലേക്കുള്ള വഴിയിലെ പ്രധാന തടസ്സം. സുൽത്താന് കുതിരപ്പുറത്ത് കയറാൻ പോലും ആരോഗ്യമില്ലായിരുന്നു. വെളുത്ത കുതിരകളുടെ അകമ്പടിയോടെ സ്വർണം പൊതിഞ്ഞ ഒരു പല്ലക്കിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. വഴിനീള ജനങ്ങൾ തങ്ങളുടെ മഹാനായ സുൽത്താനെ കാണാൻ തടിച്ചുകൂടി. അവർക്കറിയില്ലായിരുന്നു ആ പല്ലക്കിനുള്ളിൽ വേദന കൊണ്ട് പുളയുന്ന ഒരു വൃദ്ധനാണുള്ളതെന്ന്. സിഗത്വാർ കോട്ട അത് ചെറുതായിരുന്നു, പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർ ഉരുക്കു മനുഷ്യരായിരുന്നു. നിക്കോളാസ് ഷ്രിൻയി എന്ന ക്രൊയേഷ്യൻ പ്രഭുവായിരുന്നു കോട്ടയുടെ തലവൻ. വെറും 2500 പടയാളികൾ മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പുറത്ത് സുലൈമാന്റെ 100,000-ഓളം വരുന്ന വമ്പൻ സൈന്യം. എളുപ്പത്തിൽ ജയിക്കാവുന്ന യുദ്ധമാണെന്ന് ഓട്ടോമന്മാർ കരുതി. പക്ഷേ ഷ്രിനിയും സംഘവും കോട്ട വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി നീണ്ടു. ഓട്ടോമൻ പീരങ്കികൾ കോട്ടമതിലുകൾ തകർത്തു. പക്ഷേ അകത്തുള്ളവർ കീഴടങ്ങിയില്ല. സുലൈമാൻ തന്റെ കൂടാരത്തിൽ അക്ഷമനായി കാത്തിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, പനി. ഓഗസ്റ്റ് മാസത്തിലെ ചൂട് അദ്ദേഹത്തെ തളർത്തി. ഈ ചെറിയ ഒരു കോട്ട, അതെന്താണ് ഇനിയും വീഴാത്തത്? അദ്ദേഹം സൊക്കുലു പാഷയോട് ദേഷ്യപ്പെട്ടു. സൊക്കുലു പാഷ സൈന്യത്തിന് ആവേശം നൽകാൻ ശ്രമിച്ചു. പക്ഷേ പ്രകൃതിയും വിധിയും അവർക്കെതിരായിരുന്നു. സെപ്റ്റംബർ 6, 1566 സിഗത്വാർ കോട്ട വീഴാൻ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുലൈമാന്റെ കൂടാരത്തിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. ഭിഷഗ്വരന്മാർ തലകുനിച്ചു മാറി നിന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ, വിയന്നയിൽ നിന്നും ബാഗ്ദാദ് വരെയും റഷ്യയിൽ നിന്നും യമൻ വരെയും നീളുന്ന സാമ്രാജ്യത്തിന്റെ സുൽത്താൻ, കാനൂനി സുൽത്താൻ സുലൈമാൻ തന്റെ കൂടാരത്തിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു. പുറത്ത് യുദ്ധം നടക്കുകയാണ്. പീരങ്കികളുടെ മുഴക്കം. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അദ്ദേഹം കണ്ണടച്ചത്. പക്ഷേ ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷം അരങ്ങേറുന്നത്. സുൽത്താൻ മരിച്ച വിവരം സൈന്യമറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ യുദ്ധം നിർത്തും. മനോവീര്യം തകരും. ശത്രുക്കൾ അത് മുതലെടുക്കും. ചിലപ്പോൾ ജാനിസറികൾ കലാപമുണ്ടാക്കും. ഇത് മുൻകൂട്ടി കണ്ട സൊക്കുലു മെഹ്മദ് പാഷ അതീവ രഹസ്യമായ എന്നാൽ അപകടകരമായ ഒരു തീരുമാനമെടുത്തു. സുൽത്താന്റെ മരണം മറച്ചുവെച്ചുക. ആ കൂടാരത്തിനുള്ളിൽ നടന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. സുൽത്താന്റെ മൃതദേഹം കേടാകാതിരിക്കാൻ ഭിഷഗ്വരന്മാർ അത് എംബാം ചെയ്തു. സുൽത്താന്റെ ഹൃദയവും ആന്തരികാവയവങ്ങളും അവിടെ കൂടാരത്തിന് താഴെ കുഴിച്ചിട്ടു. ഇന്നും ഹംഗറിയിലെ ആ സ്ഥലത്ത് സുലൈമാന്റെ ഹൃദയം തേടി ഗവേഷകർ മണ്ണുമാന്താറുണ്ട്. തുടർന്ന് സുൽത്താന്റെ മൃതദേഹത്തെ രാജകീയ വസ്ത്രങ്ങൾ അണിയിച്ചു, തലപ്പാവ് വെച്ചു, സിംഹാസനത്തിലിരുത്തി. കൂടാരത്തിലേക്ക് ആരെയും കടത്തിവിട്ടില്ല. സൊക്കുലു പാഷ മാത്രം അകത്തും പുറത്തും പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം മരിച്ച സുൽത്താനോട് സംസാരിക്കുന്നതായി അഭിനയിച്ചു. സുൽത്താൻ വിശ്രമിക്കുകയാണ്, ശല്യപ്പെടുത്തരുത് എന്നദ്ദേഹം സൈന്യാധിപന്മാരോട് കള്ളം പറഞ്ഞു. സുൽത്താന്റെ കയ്യൊപ്പ് വ്യാജമായിട്ട് അദ്ദേഹം ഉത്തരവുകളിറക്കി. അടുത്ത ദിവസം സിഗേത്വാർ കോട്ട വീണു. ഓട്ടോമൻ സൈന്യം വിജയിച്ചു. വിജയ ആഘോഷത്തിനായി സൈന്യം അണിനിരന്നു. അവർക്ക് തങ്ങളുടെ സുൽത്താനെ കാണണം. സൊക്കുലു പാഷയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. അദ്ദേഹം ആ മൃതദേഹത്തെ പല്ലക്കിലിരുത്തി കർട്ടണുകൾ അല്പം മാത്രം നീക്കി അകലെ ബാൽക്കണിയിൽ വെച്ചു. ദൂരെ നിന്ന് നോക്കിയ സൈനികർ കണ്ടത് തലയുയർത്തിയിരിക്കുന്ന തങ്ങളുടെ സുൽത്താനെയാണ്. അവർ ആവേശത്തോടെ സുൽത്താൻ നീണ്ണാൾ വാഴത്തെ എന്ന് വിളിച്ചു പറഞ്ഞു. അവർ അറിഞ്ഞില്ല തങ്ങളെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകൾക്ക് ജീവനില്ലെന്നും ആ ശരീരം ചലിക്കില്ലെന്നും. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടകമായിരുന്നു അത്. 48 ദിവസങ്ങൾ. അതെ, 48 ദിവസത്തോളം സുലൈമാന്റെ മരണം സൊക്കുലു പാഷ രഹസ്യമാക്കി വെച്ചു. സൈന്യം തിരിച്ച് ഇസ്താംബുളിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങുന്നതുവരെ. പുതിയ സുൽത്താനായ സെലീം രണ്ടാമൻ ബെൽഗ്രേഡിൽ വെച്ച് സൈന്യത്തിനൊപ്പം ചേരുന്നതുവരെ ആ രഹസ്യം കാത്തുസൂക്ഷിച്ചു. സെലീം എത്തിയപ്പോഴാണ് സൊക്കുലു പാഷ ആ സത്യം വെളിപ്പെടുത്തിയത്. സൈനികരെ, നിങ്ങളെ നയിച്ച മഹാനായ സുൽത്താൻ നമ്മൾ വിജയിച്ച ആ രാത്രിയിൽ തന്നെ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയായിരുന്നു. ആ നിമിഷമുണ്ടായ നിശബ്ദത പിന്നീടത് വലിയൊരു വിലാപമായി മാറി. കല്ലുകൾ പോലും കരഞ്ഞുപോയ നിമിഷം.
46 വർഷം നീണ്ടുനിന്ന ഭരണം. 10ഓളം തലമുറകൾ കണ്ട സുൽത്താൻ ഇനിയില്ല. സുലൈമാന്റെ മൃതദേഹം ഇസ്താംബുളിലെത്തിച്ചു. അദ്ദേഹം പണികഴിപ്പിച്ച സുലൈമാനിയെ മോസ്കിന്റെ അങ്കണത്തിൽ തന്റെ പ്രിയപ്പെട്ട ഹ്യൂറം സുൽത്താന്റെ കല്ലറയ്ക്കരികിലായി അദ്ദേഹത്തെയും അടക്കം ചെയ്തു. സുലൈമാൻ ദ മാഗ്നിഫിസന്റ്. അദ്ദേഹത്തിന്റെ മരണത്തോടെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം അവസാനിച്ചു. സൂര്യൻ ഉച്ചിയിൽ നിന്ന് പടിഞ്ഞാറേക്ക് ചാഞ്ഞു തുടങ്ങി. ഇനി വരുന്നത് സ്ത്രീകളുടെ സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന കാലമാണ്. വാളുകളേക്കാൾ കൂടുതൽ കൊട്ടാരത്തിലെ അന്തഃപുരങ്ങൾ അധികാരം നിയന്ത്രിക്കുന്ന കാലം. സുലൈമാൻ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. കുടിയനായ സലീം അധികാരമേറ്റെടുത്തു. യുദ്ധകളം കണ്ടിട്ടില്ലാത്ത, കൊട്ടാരത്തിൽ മാത്രം വളർന്ന സുൽത്താൻമാർ. കാലം അതൊരു വിചിത്രമായ സഞ്ചാരിയാണ്. ഉസ്മാൻ ഗാസിയുടെ സ്വപ്നത്തിൽ മുളച്ചുപൊങ്ങിയ ആ മരം നൂറ്റാണ്ടുകളോളം ആകാശം മുട്ട വളർന്നു നിന്നു. അതിൻ്റെ തണലിൽ സാമ്രാജ്യങ്ങൾ വിശ്രമിച്ചു. എന്നാൽ ലോകത്തുള്ള എല്ലാത്തിനും ഒരവസാനമുണ്ടല്ലോ. വസന്തം കഴിഞ്ഞാൽ ഇലകൾ പൊഴിയുന്ന ശരത്കാലം വന്നേ തീരൂ. സുലൈമാൻ ദ മാഗ്നിഫിസന്റിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യം ആ ശരത്കാലത്തിലേക്ക് മെല്ലെ നടന്നു നീങ്ങുകയായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് 17-ാം നൂറ്റാണ്ടിലെ തോപ്കാപ്പി കൊട്ടാരത്തിലാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് പഴയ പോലെ തന്നെ ഗംഭീരമാണ്. പക്ഷേ ഉള്ളിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. സുലൈമാന് ശേഷം വന്ന പല സുൽത്താൻമാരും യുദ്ധക്കളം കണ്ടിട്ടില്ലാത്തവരായിരുന്നു. അധികാരത്തർക്കങ്ങൾ ഒഴിവാക്കാൻ അവർ കണ്ടെത്തിയ പുതിയ രീതി ഭയാനകമായിരുന്നു. കഫസ് അഥവാ ദ കേജ്. രാജകുമാരന്മാരെ കൊലപ്പെടുത്തുന്നതിന് പകരം കൊട്ടാരത്തിലെ ഒരു പ്രത്യേക മുറിയിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ തടവിലിടുക. വർഷങ്ങളോളം ആ 4 ചുവരുകൾക്കുള്ളിൽ മരണഭയത്തിൽ ജീവിക്കുന്ന രാജകുമാരന്മാർ. സുൽത്താൻ മരിക്കുമ്പോൾ അതുവരെ സൂര്യപ്രകാശം പോലും കാണാത്ത, മാനസികമായി തകർന്ന, ഭ്രാന്തിന്റെ വക്കിലെത്തിയ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. സാമ്രാജ്യം ഭരിച്ചിരുന്നത് സുൽത്താൻമാരായിരുന്നില്ല, മറിച്ച് അന്തഃപുരത്തിലെ സ്ത്രീകളും വസീർമാരും ജാനിസറികളുമായിരുന്നു. എങ്കിലും കെട്ടുപോകുന്നതിനു മുൻപ് തീ ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ സാമ്രാജ്യം അവസാനമായി ഒന്നുകൂടി ഗർജിക്കാൻ ശ്രമിച്ചു. 1683-ൽ വിയന്ന. സുലൈമാന് കീഴടക്കാൻ കഴിയാത്ത ആ നഗരം, അത് ഓട്ടോമന്മാരുടെ അഭിമാന പ്രശ്നമായിരുന്നു. കാര മുസ്തഫ പാഷ എന്ന ഗ്രാൻഡ് വസീർ വലിയൊരു സൈന്യവുമായി വിയന്നയിലേക്ക് മാർച്ച് ചെയ്തു. റോമിലെ പള്ളിയിൽ ഞാൻ എൻ്റെ കുതിരയെ കെട്ടും എന്നയാൾ അഹങ്കരിച്ചു. 2 മാസത്തോളം വിയന്ന നഗരം ഓട്ടോമൻ ഉപരോധത്തിൽ ശ്വാസം മുട്ടി. നഗരം വീഴാറായ നിമിഷം യൂറോപ്പ് മുഴുവൻ ഭയത്താൽ വിറച്ചു. പക്ഷേ സെപ്റ്റംബർ 12 വൈകുന്നേരം വിയന്നയ്ക്ക് ചുറ്റുമുള്ള കുന്നുകൾക്ക് മുകളിൽ ഒരു അനക്കം കണ്ടു. പോളണ്ടിലെ രാജാവ് ജോൺ സോബിയസ്കിയുടെ നേതൃത്വത്തിൽ ചിറകുള്ള ഹുസാർസ് എന്നറിയപ്പെടുന്ന ഭീകരമായ കുതിരപ്പട. ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിരപ്പട ആക്രമണം, കാവൽറി ചാർജ്. മലമുകളിൽ നിന്ന് അവർ താഴേക്ക് കുതിച്ചപ്പോൾ ചിറകുകളുണ്ടാക്കുന്ന ശബ്ദം കേട്ട് ഓട്ടോമൻ സൈന്യം പകച്ചുപോയി. അന്ന് വിയന്നയുടെ മതിലുകൾക്ക് മുന്നിൽ ഓട്ടോമൻ സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമായി. കാര മുസ്തഫ പാഷ പരാജയപ്പെട്ടു. സ്വന്തം പരാജയത്തിന് വിലയായി അയാൾക്ക് തന്റെ തല തന്നെ നൽകേണ്ടി വന്നു. അവിടെ നിന്ന് പിന്നെ താഴോട്ടുള്ള യാത്രയായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യം ചുരുങ്ങാൻ തുടങ്ങി. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലോകം മാറി. യൂറോപ്പിൽ വ്യവസായ വിപ്ലവം നടക്കുന്നു. ആവിക്കപ്പലുകളും യന്ത്രത്തോക്കുകളും വരുന്നു. എന്നാൽ ഓട്ടോമൻ സാമ്രാജ്യം മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മടിച്ചു. അവർ പഴയ പ്രതാപത്തിൽ അഭിരമിച്ചു. റഷ്യ വടക്കുനിന്ന് കാർന്നു തിന്നാൻ തുടങ്ങി. ബാൽക്കൻ രാജ്യങ്ങളായ ഗ്രീസ്, സെർബിയ, ബൾഗേറിയ എന്നിവർ സ്വാതന്ത്ര്യത്തിനായി മുറവിളി കൂട്ടി. യൂറോപ്യൻ ശക്തികൾ ഓട്ടോമൻ സാമ്രാജ്യത്തെ നോക്കി ഒരു പുതിയ പേര് വിളിച്ചു: യൂറോപ്പിലെ രോഗി, അഥവാ ദ സിക്ക് മാൻ ഓഫ് യൂറോപ്പ്. മരിക്കാൻ കിടക്കുന്ന എന്നാൽ മരിക്കാത്ത ഒരു വലിയ വൃദ്ധൻ. ഓരോരുത്തരായി വന്ന ആ വൃദ്ധന്റെ സ്വത്തുക്കൾ പങ്കിട്ടെടുക്കാൻ കാത്തുനിൽക്കുന്ന അവസ്ഥ. അബ്ദുൽ ഹമീദ് രണ്ടാമനെ പോലുള്ള ചില സുൽത്താൻമാർ ആ തകർച്ചയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. അവർ റെയിൽവേകൾ പണിതു, സ്കൂളുകൾ തുറന്നു, പാശ്ചാത്യ രീതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഹിജാസ് റെയിൽവേ, ഇസ്താംബുളിൽ നിന്ന് മക്കയിലേക്ക് ഒരു തീവണ്ടിപ്പാത. മരുഭൂമിയിലൂടെയുള്ള ആ യാത്ര ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ രോഗം കലശലായിരുന്നു. ഉള്ളിൽ നിന്ന് ദേശീയതയുടെ വിത്തുകൾ പൊട്ടിമുളച്ചു. അറബികൾക്കും തുർക്കികൾക്കും കുർദുകൾക്കും വെവ്വേറെ രാജ്യങ്ങൾ വേണമെന്ന ചിന്ത വളർന്നു. ഒടുവിൽ ലോകത്തെ മുഴുവൻ ചോരയിൽ മുക്കിയ 1-ാം ലോകമഹായുദ്ധം 1914 വന്നെത്തി. ഒരു തെറ്റായ തീരുമാനം.
ഓട്ടോമൻ സാമ്രാജ്യം ജർമ്മനിയുടെ കൂടെ ചേർന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും റഷ്യക്കാരും നാലുപാടുനിന്നും ആക്രമിച്ചു. പക്ഷേ ആ അവസാന നിമിഷത്തിലും ആ പഴയ സിംഹം ഒന്നുണർന്നു: ഗാലിപ്പൊളി. ഇസ്താംബുൾ പിടിച്ചടക്കാൻ വന്ന ബ്രിട്ടീഷ് സൈന്യത്തെ മുസ്തഫ കെമാൽ എന്ന യുവ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ഓട്ടോമൻ സൈന്യം തടഞ്ഞു നിർത്തി. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാനല്ല, മരിക്കാനാണ് ആജ്ഞാപിക്കുന്നത് എന്ന് കെമാൽ തന്റെ സൈനികരോട് പറഞ്ഞു. രക്തം കൊണ്ട് കടൽ ചുവന്ന യുദ്ധം. അതിൽ ഓട്ടോമൻ സാമ്രാജ്യം ജയിച്ചു. പക്ഷെ അതൊരു അസ്തമയ സൂര്യന്റെ അവസാനത്തെ തിളക്കം മാത്രമായിരുന്നു. മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം തോറ്റു. വിജയിച്ചവർ കേക്ക് മുറിക്കുന്നതുപോലെ സാമ്രാജ്യത്തെ വീതിച്ചെടുത്തു. സിറിയയും ഇറാഖും പലസ്തീനും ജോർദാനും എല്ലാം കൈവിട്ടുപോയി. ഇസ്താംബുൾ നഗരം പോലും ശത്രുസൈന്യത്തിന്റെ ബൂട്ടിന് കീഴിലായി. തോപ്കാപ്പി കൊട്ടാരത്തിനു മുന്നിൽ ബ്രിട്ടീഷ് കപ്പലുകൾ നങ്കൂരമിട്ടു. ഇവിടെയാണ് ചരിത്രത്തിന്റെ വിധി നടപ്പിലാകുന്നത്. 1000 വർഷം നിലനിന്ന ഒരു പാരമ്പര്യം അവസാനിക്കാൻ പോകുന്നു. രാജ്യത്തെ രക്ഷിക്കാൻ ഇനി സുൽത്താന് കഴിയില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മുസ്തഫ കെമാൽ അത്താതുർക്കിന്റെ നേതൃത്വത്തിൽ തുർക്കിയിൽ ഒരു പുതിയ വിപ്ലവം നടന്നു. അവർക്ക് വേണ്ടത് ഒരു സാമ്രാജ്യമല്ല, ഒരു റിപ്പബ്ലിക്കായിരുന്നു. 1922 നവംബർ 1 ഗ്രാൻഡ് നാഷണൽ അസംബ്ലി സുൽത്താനേറ്റ് നിർത്തലാക്കി. 623 വർഷം നീണ്ടുനിന്ന ഓട്ടോമൻ ഭരണം ഔദ്യോഗികമായി അവസാനിച്ചു. നവംബർ 17 ഒരു മഴയുള്ള രാത്രി ഇസ്താംബുൾ നഗരം ഉറങ്ങുകയാണ്. ദോൽമാബാഹെ കൊട്ടാരത്തിന്റെ പിൻവാതിലിലൂടെ അവസാനത്തെ സുൽത്താൻ മെഹമ്മദ് ആറാമൻ വഹീദുദ്ദീൻ ആരും കാണാതെ പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലായിരുന്നു. കൂടെ വിശ്വസ്തരായ ഏതാനും ഭൃത്യന്മാർ മാത്രം. മഴ നനയാതിരിക്കാൻ ഒരു കറുത്ത കുടയും ചൂടി തലകുനിച്ച് അദ്ദേഹം നടന്നു. അവിടെ ബോസ്ഫറസ് കടലിന്റെ തീരത്ത് ഒരു ചെറിയ തോണി കാത്തുകിടപ്പുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ അകലെ നങ്കൂരമിട്ടിരുന്ന HMS മലയ എന്ന ബ്രിട്ടീഷ് കപ്പലിലേക്ക് കൊണ്ടുപോയി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉസ്മാൻ ഗാസി വാളുകൊണ്ട് വെട്ടിപ്പിടിച്ച, മെഹമ്മദ് ഫാത്തിഹ് പീരങ്കികൾ കൊണ്ട് കീഴടക്കിയ, സുലൈമാൻ ലോകം മുഴുവൻ ഭരിച്ച ആ വലിയ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ കണ്ണി സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് ഒരു അഭയാർത്ഥിയെപ്പോലെ നാടുവിടുന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരുട്ടിൽ ഇസ്താംബുളിലെ മിനാരങ്ങൾ മാത്രം തലയുയർത്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകാം. കപ്പൽ നീങ്ങിത്തുടങ്ങി. ഓട്ടോമൻ സാമ്രാജ്യം ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിലേക്ക് മറഞ്ഞു. അധികം വൈകാതെ ഖലീഫ എന്ന സ്ഥാനവും നിർത്തലാക്കി. അവസാനത്തെ ഖലീഫ അബ്ദുൽ മജീദ് രണ്ടാമനെയും നാടുകടത്തി. അങ്ങനെ ഉസ്മാന്റെ സ്വപ്നത്തിലെ മരം വീണു. പക്ഷെ ആ മരം മരിച്ചില്ല. അതിന്റെ വേരുകൾ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇസ്താംബൂളിലൂടെ നടന്നാൽ ആ പഴയ പ്രതാപം ഓരോ കല്ലിലും കാണാം. സുലൈമാനിയെ പള്ളിയുടെ താഴികക്കുടങ്ങളിൽ, ബോസ്ഫറസിലെ ഓളങ്ങളിൽ, ഗ്രാൻഡ് ബസാറിലെ സുഗന്ധങ്ങളിൽ എല്ലാം ആ പഴയ കഥകൾ മന്ത്രിക്കുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന കാപ്പിയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഓട്ടോമൻ സംസ്കാരം ലോകത്തോട് ചേർന്ന് നിൽക്കുന്നു. എന്താണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്? അധികാരം ശാശ്വതമല്ല. എത്ര വലിയ സാമ്രാജ്യമായാലും, എത്ര വലിയ സുൽത്താനായാലും കാലം അവരെയെല്ലാം തോൽപ്പിക്കും. ഉസ്മാന്റെ സ്വപ്നവും, മെഹ്മദിന്റെ വാശിയും, സുലൈമാന്റെ പ്രതാപവും, ഹ്യൂറത്തിന്റെ പ്രണയവും, മുസ്തഫയുടെ കണ്ണീരും എല്ലാം ഒടുവിൽ മണ്ണോട് ചേർന്നു. പക്ഷേ ചരിത്രം അവസാനിക്കുന്നില്ല. ഇസ്താംബുളിലെ ഗലാട്ട പാലത്തിനു മുകളിൽ നിന്ന് നോക്കിയാൽ ഇന്നും സൂര്യൻ അസ്തമിക്കുന്നത് കാണാം. അന്ന് ഓട്ടോമൻ കൊട്ടാരത്തിനു മുകളിൽ കണ്ട അതേ സൂര്യൻ. ആ ചുവന്ന വെളിച്ചത്തിൽ പഴയൊരു ബാങ്ക് വിളി മുഴങ്ങുന്നുണ്ടാകും. മനുഷ്യർ വരും പോകും, സാമ്രാജ്യങ്ങൾ ഉദിക്കും അസ്തമിക്കും. പക്ഷേ മനുഷ്യന്റെ സ്വപ്നങ്ങളും സ്നേഹവും നഷ്ടബോധവും എന്നും ബാക്കിയുണ്ടാകും. അതുകൊണ്ടാണ് ഈ കഥ ഇന്നും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത്. ഇത് വെറുമൊരു സാമ്രാജ്യത്തിന്റെ കഥയല്ല, ഇത് മനുഷ്യന്റെ തന്നെ കഥയാണ്. നമ്മുടെ ഈ നീണ്ട ചരിത്രയാത്ര ഇവിടെ അവസാനിക്കുന്നു. ഈ 10 ഭാഗങ്ങളിലൂടെ 600 വർഷങ്ങളുടെ ദൂരമാണ് നമ്മൾ സഞ്ചരിച്ചത്. നിങ്ങളുടെ സമയം നൽകിയതിന്, ഈ കഥയോടൊപ്പം സഞ്ചരിച്ചതിന് നന്ദി. ചരിത്രം ഉറങ്ങുന്നില്ല, അത് നമ്മളിലൂടെ ജീവിക്കുന്നു.